Hello guys, welcome to Thomas Reaction. So, நம்ம வந்து ஒரு 2 வீக்ஸா mm, பிக் எல் mm, பிக் எம்மோட mm. மூவி மூவிஸாக ஒன்று பார்த்துட்டு பார்த்தோம். இருக்கோம். எஸ், நடுவில் ஒரு சர்க்கிள் வந்தது. ம். 90s நம்ம வந்து கிளாசிக்ஸ் பார்க்கலான்னு பார்த்தோம். நடுவில் ஒருத்தர் வந்தார். 2 மோகன்லால் படம் பார்த்தோம். ஸோ இன்னைக்கு மம்முக்காவோட படம். ஆமாம். ஸோ பார்க்கலாம் தனி பிளான் பண்ணியிருக்கோம். ஸோ அது மாதிரி நம்ம வேற ஒரு மம்முக்கா படம் பிளான் பண்ணோம். பட் ஆனால் சில கிளிச்சஸ் நல்ல பண்ண பண்ண முடியல. முடியல. ஸோ ஓகே, ஸோ இனி நான் பார்க்க போகிற மூவி என்ன அப்படின்னு பார்த்தீங்கன்னா இந்த படத்தை யார் டைரக்ட் பண்ணியிருந்தா பார்த்தீங்கன்னா ரஞ்சித். ரஞ்சித் கிடையாது, இவர் அந்த படத்தில் டைரக்டர் ரஞ்சித். ஸோ இது ரைட் பண்ணி ஆமாம். ஸோ இந்த படத்தில் கேஸ்டிங் யார் பார்த்தீங்கன்னா இட்ஸ் ஒன் அண்ட் ஒன்லி மம்முக்கா, அண்ட் ஜெஸி ஃபாக்ஸ் ஆலன், வி ஸ்ரீகுமார், சசி கலிங்கா, டினி டாம். ஆனால் போஸ்டரில் இருக்கிறவங்க இல்லையாடா? அதுதான் நானும் பார்க்கிறேன். கண்ணு தெரியல, கண்ணாடியில கேட்டுவாங்க. பிரியாமணி இருக்காங்க. இந்த படம் சூஸ் பண்ணதுக்கு இன்னொரு ஒரு ம் மம்முக்கா வச்சு ஒரு காமெடி ம் மூவி. ஓகே. இதுவும் ஆனர் பார்த்தா அப்படி தான் இருக்குது. ஆண்ட்ரே சாரி மம்முக்கு அது ஆல்ரெடி ஒரு காமெடி படம். என்ன பார்த்தோம்? அந்த நிறைய இதுவா நண்பகல் கலர்காரா சொக்க நான் இந்த மூணு அந்த இந்த படம் கொஞ்சம் கமர்ஷியல் தான் அது. அந்தராசு குந்தராசு. ஓகே, ஸோ வந்து இந்த படம் வந்து இட்ஸ் மலையாளம் லாங்குவேஜ் satirical comedy film. ஓகே, இப்படி ஒர்க் அவுட் இவங்க ஆகும். மட்டும் தான் புதுசா காமெடி ஃபிலிமே வைக்கலாம். அது என்ன இருக்கு? ஸோ வந்து இதுதான் வந்து இந்த படத்தோட கேஸ்டிங் ஆண்ட்ரே எல்லாமே. அதுக்கப்புறம் நம்ம பிரான்சியேட்டன் அந்த செயின்ட் ரியாக்ஷன். എന്റെ ചെക്കൻ ഫ്രാഞ്ചൈസിനൊരു സങ്കടം. അതിപ്പോ എന്റെ വലിയ പാപ്പ ആ ചേക്കന്റെ എക്സ്പ്രഷൻസാ കണ്ട ഉമ്മക്ക കൺഫ്യൂഷൻ ആവും. ഒരു തീരുമാനം എടുക്കാൻ തുടങ്ങുമ്പോ അവന്റെ മുഖം അങ്ങോട്ട് കരയണം മതിയാവും. അത് അവന്റെ ആത്മസംഘർഷ. നല്ലൊരു ചെക്കനാണോ ഈനാശുവേ. അവൻ കാരണവന്മാരുണ്ടാക്കിയത് നശിപ്പിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ഇരട്ടിപ്പിക്കുക ചെയ്തേ. കൈപ്പുണ്യമുള്ള ചെക്കനാ. അവൻ എന്താണ്ട പെണ്ണ് കെട്ടാണ്ട് കിടക്കണേനാശുവേ. അത് പിന്നെ അവന് 18 തികണ സമയത്ത് ഞാൻ ഇങ്ങോട്ട് പോന്നൂലോ. ഇന്നിപ്പോ എന്താ അവന്റെ പ്രശ്നം? ഇവിടുന്ന് അവൻ പള്ളിയിലേക്കാ പോകും. എന്നോട് അവനൊരു സമ്മതം ചോദിച്ചു. അത് അവൻ പുണ്യാളിനോട് ഡീറ്റെയിൽ ആയിട്ടാ പറയും. ഡാ പ്രാഞ്ചേ, നീയാവട്ടടാ, ഞങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യട്ടെ. നമുക്ക് നമ്മുടെ ചെക്കന് വേണ്ടിയിട്ട് ഫ്രാൻസിസ് പുണ്യാളനോട് പ്രാർത്ഥിക്കാം. ഈശോയെ, എന്തുട്ടാ ഞാനീ കാണണേ? എന്റെ ഫ്രാൻസിസ് പുണ്യാളാ. Lasciate che la pace sia con voi nel nome di Cristo. പുണ്യാളാ, പറയേ, ഞാനീ കാണുന്ന സ്വപ്നല്ലല്ലോ. La vita sei un grande sogno, mio figlio. നല്ല കളറ് കിണ്ണം കാഴ്ച സിനിമ പോലത്തെ കാഴ്ചകള്, അതും മനുഷ്യന്മാരെ കാണാത്ത ടൈപ്പ് കാഴ്ചകള്. പച്ചക്ക് നിന്ന് കാണുന്ന ആളാ ഞാൻ, അതുകൊണ്ട് ചോദിച്ചതാ. Non devi dubitare, i dubbi sono per non credenti. മലയാളം അറിയില്ലേ ഞങ്ങളുടെ ഭാഷ? Sei un unico linguaggio comune per tutte le persone del mondo, il linguaggio dell'amore. അപ്പൊ ഇക്കണ്ട കാലം കേരളത്തിലെ സത്യക്രിസ്ത്യാനികൾ മലയാളത്തിലെ വേദോസ്തം വായിച്ചതും പ്രാർത്ഥിച്ചതും ഒക്കെ വേസ്റ്റ് ആയില്ലേ? നമുക്ക് നമ്മുടെ ആളുകൾക്ക് ഒന്നും മനസ്സിലായിട്ടില്ല എന്ന് ചുരുക്കം. ഇത് വലിയ ചതിയായി പോയിട്ടാ. എനിക്ക് ഈ ഡൗട്ട് നേരത്തെ ഉണ്ടായിരുന്നു.
ഞാൻ സൺഡേ ക്ലാസ്സിൽ അച്ഛനോട് ചോദിച്ചതാ, അച്ഛാ യേശുക്രിസ്തു എന്നൊരു പേര് ജീസസ് ക്രൈസ്റ്റിനുള്ള കാര്യം ആൾക്ക് അറിയോന്ന്. മണല് കൂട്ടി തുടമ്മല തൊലി 1 ഉറുപ്പ്യ വട്ടത്തിൽ പിച്ച എടുത്തു കിടി. അത് ഞാനീ പറയണൊന്നും ഈ പുണ്യാളിന് മനസ്സിലാവുണ്ടാവില്ലല്ലോ. കാത്തൊരു പുണ്യാളിനെ കിട്ടിയിട്ട് ഈ ഗതിയായല്ലോ കർത്താവേ. അരിപ്രാഞ്ചി പ്രാഞ്ചിയേട്ടാ, റമ്മലീനാശു ഫ്രാൻസിസേ, നീ പറടാ. അതാണ് ക്രിസ്ത്യാനി, അതാണ് നമ്മളെ പുണ്യാളൻ. പുണ്യാളൻ അറിയാത്ത ഭാഷ ഉണ്ടോ? നല്ല തൃശ്ശൂർ ഭാഷയിൽ പെട കേട്ടാ. നീ പറടാ, എന്താ നിന്റെ പ്രശ്നം? പ്രശ്നം എന്താന്ന് ചോദിച്ചാ പല പ്രശ്നങ്ങളും. ചെറുമ്മൽ ഫ്രാൻസിസ് എന്ന ഞാൻ ദൈവഭയമുള്ള നല്ല 1-ാം നമ്പർ സത്യക്രിസ്ത്യനി. അപ്പം മരിക്കുമ്പോ എന്നെ ഏൽപ്പിച്ചതൊരു കുന്നാണെങ്കിൽ ഇന്ന് അതൊരു മലയാ. കൈവച്ച ബിസിനസ്സിലൊക്കെ ഡബിള് ലാഭാ. എന്നുവെച്ച് വലിയ മാളയെ വെച്ച് റോൾസ് റോയ്സിലൊന്നുമല്ല നമ്മളെ നടപ്പ്. നമ്മുടെ പഴയ തറവാടും അത്യാവശ്യത്തിന് 1-2 വണ്ടി. പെണ്ണ് കിട്ടിയിട്ടില്ല, അത് മറന്നുപോയൊരു കാര്യമാണ്. അതിൽ നമുക്ക് തരി സങ്കടമില്ല. അതൊന്നുമല്ല നമ്മുടെ പ്രശ്നം. ഒരു പേരില്ല എന്നുള്ളത് തന്നെ നമ്മുടെ പ്രശ്നം. കാര്യം ആള് പ്രാഞ്ചേട്ടൻ എന്നൊക്കെ വിളിക്കും. അത് തൃശ്ശൂർക്കാരുടെ ലൈൻ. യേശുക്രിസ്തുവിനെ കണ്ടാലും യേശുട്ടൻ എന്ന് വിളിക്കുന്ന ടീമുകളെ പറ്റുള്ളൂ. തലമുറയായിട്ട് ഞങ്ങൾ അരിക്കച്ചവടക്കാരാ. പണ്ട് കാലത്ത് കൊച്ചിയിലേക്കും ആലപ്പുഴയ്ക്കും വഞ്ചിയിൽ പോയി അരി കൊണ്ടുവന്ന് കച്ചവടം നടത്തിയിട്ടുള്ള ടീമുകളാ. ഇപ്പോ ബിസിനസ് പലതും ഞാൻ ചെയ്യുന്നുണ്ട്. എന്നാലും ഒരു പേരില്ല സമൂഹത്തിൽ. അതന്നെ എന്റെ ഏറ്റവും വലിയ പ്രശ്നം. ഒരു പേരിൽ എന്തിരിക്കുന്നു പ്രാഞ്ചി? പുണ്യാളൻ അത് പറയരുതിട്ടാ. ഒരു പേരിലാണ് ഞാൻ ഇരുന്നു പോയെ. അരിപ്രാഞ്ചി എന്നുള്ളൊരു പേരില്. സംഗതി ഫ്ലാഷ് ബാക്കാ. കാര്യേട്ടര സ്കൂളില് ഞാൻ 7 ചേർന്ന ദിവസം. ഫ്ലാഷ് ബാക്ക് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണ്ടാട്ടാ. കളറാ. കൊടാക്ക് വിഷൻ 3. ആന്റണി ടി.പി. ജോസിയൽ കൃഷ്ണകുമാർ ജി, സി ഫ്രാൻസിസ്. നീ എന്തെടാ? നീ ഇവിടെ അരീനാശ്വരന്റെ ബ്രാഞ്ചിലടാ. നീ ഉണ്ട് അതിനകത്ത്. ആ ഇരി അന്ന് വീണ പേര പുണ്യാളാ. അവണ്ടല്ലോ ജിയാർത്ത വർഗീസേട്ടന്റെ മോൻ ജോസ്. ആ ചീങ്കണ്ണി എന്റെ ജീവിതം തൊലച്ചോനാ. 10ൽ പഠിക്കണ സമയം നമ്മള് പഠിക്കാൻ കൊള്ളൂലെങ്കിലും ഓമന എന്ന് പറയുന്ന ക്ലാസ്സിലെ നമ്പർ 1 പഠിപ്പിസ്റ്റ് ക്രാവ്. ഇവിടെ അർണാട്ടുകാരിലെ ഡോക്ടർ ലാസറിന്റെ മോള്. അവളായിരുന്നു നമ്മുടെ ഫസ്റ്റ് ലവ്. ഞാൻ ആ കച്ചവടം മര്യാദയ്ക്ക് നടത്തിക്കൊണ്ടുള്ള കാലത്ത് ഈ ജോസ് വീണ്ടും. എന്തിനാ നീ ആ മഞ്ഞളിലെ ചെക്കന്റെ കൂടെ തല്ലൂടാൻ പോയത്? ഈശോ, എന്തോരം ചോരയാ ആ ചെക്കന്റെ മൂക്കിന്ന് ചാടിയത്. വിളിച്ചിട്ടല്ലേ? വിളിക്കരുത് 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ടും വിളിച്ചു അരിപ്രാഞ്ചിന്ന്. എന്തെങ്കിലും വിളിച്ചോട്ടെ, അതിനൊക്കെ തല്ലൂടാൻ പോണത് എനിക്ക് ഇഷ്ടല്ല. അങ്ങനത്തെ ചെക്കന്മാരെ എനിക്ക് കണ്ടൂടാ. ഇനി തല്ലൂടില്ല. സത്യം ഫ്രാൻസിസ് പുണ്യാളെ പിടിച്ച സത്യം. സത്യം ഫ്രാൻസിസ് പുണ്യാളാണ് സത്യം. ആ ലൈൻ ഞാനിന്ന് പൊട്ടിക്കും. അവൻ തല്ലൂടാ മുടുക്കത്തിരിയാവണ്ടേ. ഇടിക്കട്ടാ. നിങ്ങൾ മറിക്കോ പൊയ്ക്കോ. ഫ്രാൻസിസേ, 1 മിനിറ്റ് ഒന്നിങ്ങി വന്നടാ. 1 മിനിറ്റ്. അവനെ സോറിട്ടാ. എന്താടാ? നീ ആള് തിരക്കേടില്ലല്ലോ. നീ നിന്റെ വീട്ടിലെ കറവക്കാരച്ചെടുത്തേരുടെ എവിടെ പിടിച്ചേ? അങ്ങനെ കേട്ടോ. ഞാനിതോട് പറയാ. ഞാൻ ഇടിക്കോട്ടോ. ഞാൻ പറയും ഇന്നത്തോടെ നിന്റെ ലൈൻ പൊട്ടി താഴെ കിടക്കും. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലടാ. പഠിക്കാൻ ചെന്നെങ്കിൽ അതിനും കൊള്ളില്ല. ഒരിടത്ത് അടങ്ങിയിരിക്കും. അതുമില്ല. നിന്റെ അപ്പനെ കാണാ. ഓമനെ നീ പ്രേമിച്ചോ? പക്ഷെ അവള് നമ്മുടെ ക്ലാസ്സിലെ ഏറ്റവും നന്നായി പഠിക്കണ കുട്ടി. അത് നീ മറക്കരുത്. അപ്പൊ നീ നന്നായി പഠിക്കണം. എന്നാലേ നാളെ 2 പേർക്ക് നല്ല ജോലിയൊക്കെ കിട്ടൂ എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. പക്ഷേ ഓമനയുടെ അപ്പന്റെ കയ്യിൽ എന്തിട്ടാണുള്ളത്? ഒരണക്ക ഡോക്ടർ. നിനക്കറിയോ, എന്റെ അപ്പം വിചാരിച്ച അവളുടെ തറവാട് അടങ്കൽ മേടിക്കൂന്ന് അവനെ പറഞ്ഞു. അങ്ങനെയൊന്നും പറയല്ലേ ഫ്രാൻസിസ് എന്ന് പറഞ്ഞോണ്ടാ അവൻ എന്നെ അടിച്ച്. വേണ്ട എന്നോട് മിണ്ടണ്ട. എനിക്ക് ഇഷ്ടല്ല. ഫ്രാൻസിസ് പുണ്യാളുടെ പേരിൽ സത്യം ചെയ്തിട്ട് എന്റെ മുമ്പിൽ വെച്ചെന്നെ എനിക്ക് കാണണ്ട. നീ എന്തെങ്കിലും പോയി ചെയ്യേ. പഠിക്കാതിരിക്കേ, തല്ലുകൂടെ, എന്തെങ്കിലും ചെയ്യേ. പഠിപ്പിന്റെ കാര്യത്തിന് മോശമാവരുതെന്നല്ലേ ജോസ്
ജോസ് എന്നോട് പറയുള്ളൂ. അപ്പൊ നീ എന്താ പറഞ്ഞേ? നിന്റെ അപ്പന്റെ കയ്യിൽ ആ കാശുകൊണ്ട് ഞങ്ങളെ തറവാട് മേടിക്കുന്ന അല്ലേ? ഈശോനാ ആ വാക്ക് നീ പറയരുത്. ഒരിക്കലും എന്നോട് മിണ്ടാൻ വന്നാ ഞാൻ വീട്ടിൽ പറഞ്ഞ ഗേൾസിക്ക് TC വാങ്ങിപ്പോവും. നോക്കിക്കോ. അവളെ കെട്ടി ഇപ്പൊ രണ്ടാളും വെസ്റ്റ്പോർട്ട് ആസ്പത്രിയിലെ ഡോക്ടേഴ്സാ. പിന്നെ ആ ചിങ്ങണ്ണിനെ വിട്ടില്ല. റീജൻസി ക്ലബിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഞാൻ മത്സരിച്ചപ്പോ ദാവൻ ആര് ജോസിയാരും ഡോക്ടർ മുണ്ട് മതിയായിരുന്നു. ഏയ് കോട്ട് വേണം. ഇപ്പൊ സകല തെണ്ടികൾ കോട്ടിട്ട് നടക്കണം. പിന്നെ താനെന്തായിട്ടാ ചോദ്യം? താൻ ധ്യാനത്തിന് പോയിട്ട് വെള്ളടി നിർത്തിന്ന് പറഞ്ഞിട്ട് ധ്യാനത്തിന് പോയപ്പോ നിർത്തി ഇപ്പൊ തുടങ്ങി. നമ്മൾ എന്തിനാ ഈ വേഷം കിട്ടുന്നത്? നമ്മുടെ ചില പോരായ്മകളൊക്കെ പരിഹരിക്കാനല്ലേ. നമ്മുടെ പാഞ്ചി ആള് കോടീശ്വരനാ, പക്ഷെ എഡ്യൂക്കേഷൻ ഇല്ലല്ലോ. എഡ്യൂക്കേഷനുള്ള ഡോക്ടർ ജോസ് ആണ് ഓപ്പോസിറ്റ്. അപ്പൊ നമ്മള് ലുക്കിൽ പിടിച്ചു നിക്കണം. പ്രാഞ്ചി നീ ആ പ്രസംഗം പറഞ്ഞേ. ഒരെണ്ണം ഒഴിക്കടാ. കഴിച്ച രണ്ടെണ്ണം കോട്ടിന്റെ ഉള്ളിൽ കയറിയപ്പോ എതിലേ പോയി. മെന്നെ തുടക്കം തൊട്ടെ പൂ വെച്ച് തുടങ്ങുന്ന ഒരു വാക്ക്. പൂ വെച്ച് തുടങ്ങുന്ന വാക്കാണെങ്കിൽ ഞാൻ പറയട്ടെ. താൻ ഈ പൂന്ന് പറയാണ്ട് ആദ്യത്തെ വരി ഇങ്ങോട്ട് മുഴുവൻ പറഞ്ഞു കൊടുക്കണ എന്നെ. ഇതിപ്പോ തെറിയൊന്നല്ലോ. പൂരങ്ങളുടെ പൂരമായ പൂരത്തിന്റെ പെരുമ കരിവീരൻ ശിരസിലേറ്റുന്ന തിടമ്പ് പോലെ അണിഞ്ഞു നിൽക്കുന്ന തൃശ്ശിവപേരൂർ പട്ടണത്തിന്റെ പൊന്നോമന പുത്രന്മാരുടെ സാംസ്കാരിക കൂട്ടായ്മയായ ഈ ക്ലബിന്റെ സാരഥ്യം ഏറ്റെടുക്കാൻ എന്നോട് ആവശ്യപ്പെട്ട എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എന്റെ നമസ്കാരം. എങ്ങനെയുണ്ടോ? ഒഴുകണം. ഇടയ്ക്ക് തട്ടും തടവില്ലാതെ. അതിപ്പോ എങ്ങനെ പറയാ? അവിടെ കിട കുടിച്ചിട്ട് വയറ്റിയത് പോണ പോലെ ഒരു ഉദാഹരണം പറയുന്ന സമയത്ത് ഇങ്ങനെ കുറച്ച് അന്തസ് വേണ്ടേ? അതെ, പൂ വെച്ചുള്ള വാക്ക് കിട്ടി. പൂ വെച്ചിട്ടുള്ള വാക്ക് നിനക്ക് വേണം. പറയണോ മക്കളെ? ഒരെണ്ണം അടിക്കട്ടോ. എന്താ കൊല്ല പരീക്ഷ? പരീക്ഷയ്ക്ക് പഠിച്ചിട്ട് എന്തോ ഒരു അനുഭവമുള്ള ആളാണെന്നറിയോ? ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. കടുത്ത മത്സരം നടക്കാൻ പോണം. ഈ കോട്ടിന്റെയും പ്രസംഗത്തിന്റെയും പച്ചയിൽ സംഗതി നടക്കണം. അല്ലെങ്കിൽ ഗോപിയട്ടാ ഗോപി. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഞാൻ കലക്കൂടോ. താൻ നോക്കിക്കോ. യൂസപ്പേ തീയ ബാവലിന്ന് വിളിക്കടാ. സബ്സ്ക്രിപ്ഷൻ നമുക്ക് അടയ്ക്കാടാ. നീ ആളെ കൊണ്ടുപോവാ. ശരി കൊടു. നമസ്കാരം. അവന്റെ കൂട്ടത്തിലുണ്ട് പോരട്ടാ. പ്രാഞ്ചിയാണ് പ്രസിഡന്റ് സ്ഥാനത്ത്. നമ്മടെ അരിപ്രാഞ്ചി വന്നിട്ട് രണ്ടെണ്ണം പൂശിട്ടുണ്ട് കേറാട്ടാ. പ്രാഞ്ചേട്ടൻ വിളിക്കണ അരിപ്രാഞ്ചി എന്ന് പറയാണ്ട് നിന്റെ മുതലാളി ആരും അറിയില്ല എന്ന് പറഞ്ഞ ആ പേര് മാറി കിട്ടാൻ ആദ്യം സ്വർണ്ണക്കട തുടങ്ങിയത്. അപ്പെന്തായി? നമ്മുടെ സ്വർണ്ണക്കട നടത്തണ അരിപ്രാഞ്ചിന്ന് 10-20 പേരെ കുടിശ്ശിക അടച്ചപ്പോ ഉറുപ്പിക 1 ലക്ഷം മാറി കിട്ടിട്ടാ. ഇറങ്ങി പോയില്ലടാ. കേറാനുള്ള താപ്പൊന്നും ഞാൻ കാണില്ല. ഒരു മാറ്റം നമ്മളെല്ലാം ആഗ്രഹിക്കുന്നുണ്ട്. ആ മാറ്റത്തിന് വേണ്ടിയാണ് ഞാൻ വോട്ട് ചോദിക്കുന്നത്. മാറ്റുവിൻ ചട്ടങ്ങളെ, അല്ലെങ്കിൽ ആ പദ്യം വേണ്ടട്ട തന്നെ. മാറ്റുവിൻ ചട്ടങ്ങളെ, അതല്ലെങ്കിൽ മാറ്റുമതുകളീ നിങ്ങളെത്താൻ. കുമാരനാശാന്റെ കവിതയാടാ. അതിന് കയ്യടി ഉറപ്പാ. വെറുതെ തുമ്പെ കൊണ്ട് കല്ലെടുപ്പിക്കായിരിക്കും. അതങ്ങോട്ട് ഒഴിവാക്കിന്റെ മേന്നെ. അവനെ കൊണ്ട് പറ്റണതല്ല അവന് പറയാൻ പറ്റുള്ളൂ. ഈ പ്രഭാകർ അണ്ടിക്കോട് എന്ന് പറഞ്ഞ ആരാ? പ്രസംഗ കലയിലെ കമലാസന. അറിയില്ലേ? അവിടെ ഒരു തുമ്പി വെറുതെ ഇരിക്കണ്ടേ കൂടെ കല്ലെടുപ്പിച്ച്. പ്രഭാകർ അണ്ടിക്കോട് എഴുതി തന്ന പ്രസംഗം തിരുത്തേ. ബ്രാഞ്ചി നീ മനപ്പാഠം പഠിച്ചേ. സമയായിട്ടാ. ഒന്ന് ഇറങ്ങി. സ്ഥാനാർത്ഥികൾ അവസാനമായി സ്റ്റേജിൽ വന്ന് ഓട്ടാപ്പരുത്തി. പിന്നെ പോളി പുളി തുടങ്ങിട്ടാ. നമ്മുടെ വെയ്യാണ്ട് കിടക്കുന്ന റിട്ടയർഡ് ഡിവൈഎസ്പി ദാമോദരൻ സാറിനെ കൊണ്ടുവന്നിട്ടുണ്ട്. രണ്ടെണ്ണം ചോദിക്കുന്നുണ്ട്. കൊടുക്കട്ടെ? കൊടുക്കുക. എന്താന്ന് വെച്ചാ 2 കൂടുതലായാലേ ബ്രാഞ്ചി ഡിവൈഎസ്പിനെ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് ഇതിപ്പോ തമിഴ്നാട്ടിൽ നിന്ന് ശവം കൊണ്ടുവരുന്ന പോലെ ഉണ്ടല്ലോ. അതെവിടെങ്ങനെ കുഴിച്ചിട്ടാ? നീ ഇത് പഠിക്കിഷ്ടാ. ബ്രാൻഡി കാണിച്ചിട്ട് ആളെ കൊണ്ടുവരണേ. നിർത്ത് വണ്ടി നിർത്ത്. ബ്രാഞ്ചിസേ, ദാമോദരൻ സാറ് വന്ന് നിന്നെ ഒറ്റ ആളെ ഓർത്തിട്ടാ. നിന്നെ ജയിപ്പിച്ച് ഈ ക്ലബിന്റെ പ്രസിഡന്റ് ആക്കിയിട്ട് ഞാൻ പോളൂട്ടാ. എന്റെ വോട്ട് ആർക്കാന്ന് ചോദിച്ചോർക്കൊക്കെ ഞാൻ പറഞ്ഞു നമ്മുടെ ബ്രാഞ്ചിക്കാന്ന്. അരിബ്രാഞ്ചിക്ക് വോട്ട് ചെയ്താ ആ വോട്ട് പാഴാവുന്ന ചിലരൊക്കെ എന്നോട് പറയും. അരിബ്രാഞ്ചിന്ന് വിളിക്കാൻ എന്താ? അവൻ അരി കട്ടുവിറ്റിട്ടൊന്നുമില്ലോ എന്ന് ഞാൻ അവരോട് പറഞ്ഞു. സുബ്രഹ്മണ്യ ഒരെണ്ണം ഇങ്ങോട്ട് ഒഴിക്കടാ. സുബ്രഹ്മണ്യ വരണോ? ഇങ്ങോട്ട് വാടാ. നിന്റെ അമ്മയ്ക്ക് വിളിച്ചാലാണെങ്കിൽ നരകത്തിന്റെ കാറാട്ടാ. ഡോക്ടർ ജോസിന്റെ ഇവന്റെ മൂത്ത പെങ്ങള് പ്രജീത്തിന് ചാട്ടുമാട്ടക്കാരിയാ. ഒന്ന് പാളിയതാ. ഡോക്ടർ നല്ല ആളാ. എന്തത്ര വൈകിയത്? ഒരു ലാസ്റ്റ് മിനിറ്റ് ക്യാമ്പയിൻ കൂടി നടത്തണം. എന്തിന്? എന്നെ അറിയാത്തവരോട് ആരാ കരുതയുള്ളൂ? അവർക്ക് ഞാൻ പ്രസിഡന്റ് ആയിട്ട് വേണം തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് വോട്ട് ചെയ്യില്ലെങ്കിൽ ചെയ്യില്ല. അത്രയല്ലേ ഉള്ളൂ. ജയിക്കും, അത് ഷുവർ. എന്നാലും ഒരു ചിരിയും
ഇനിയും കൈവിടുത്തു ഒന്നുകൂടെ ഒന്ന് ഉറപ്പിക്കാം. ആയിക്കോട്ടെ, നിങ്ങൾ പറയുന്ന പോലെ നിങ്ങൾ ഇലക്ഷൻ നിൽക്കാൻ പറഞ്ഞു, ഞാൻ നിന്നു. അല്ലാതെ എനിക്ക് ഇതിനകത്ത് ആൻസൈറ്റ് ഒന്നും ഇല്ലടാ. നിനക്ക് ടെൻഷൻ ഇല്ല. എനിക്കുണ്ട് കേട്ടാ. ഈ എഡ്യൂക്കേഷന്റെ ഒരു വെയിറ്റ് ജോസിനുണ്ട്. അവൻ MBBS ഡോക്ടറാടാ. അത് താൻ ഇപ്പോഴാണ് അറിയണേ. നിനക്ക് കാണണ്ടാ? എനിക്ക് കാണണ്ട ചങ്ങാതി. ഇയാള് തോൽക്കുമ്പോ താൻ തലയിൽ വെച്ചു. ഒറ്റ ആ സെക്കൻഡ് വെച്ച് ഞാൻ സ്ഥലം വിടുട്ടോ. എന്നെ അന്വേഷിച്ച് സമയം കളയാണ്ട് നീ മുങ്ങിക്കോ. എങ്ങോട്ടാ? അപ്പൊ അതൊക്കെ മേലെ സാധിച്ചൂടായിരുന്നോ? ഒരെണ്ണം അടിക്കാനുണ്ടോ? എന്നാ പോവാ. ഞാൻ പകലടിക്കില്ലട്ടാ. ഞാനടിക്കും. പ്രസംഗിക്കാനുള്ളതാ. അത് പാളിന്ന് വെച്ചാ എനിക്ക് പ്രഭാകർ അണ്ടിക്കോടിന്റെ മുഖത്ത് നോക്കാൻ പറ്റില്ലട്ടാ. വേണ്ട. കോപ്പി അടിച്ചിട്ട് ഇവനെ പല പ്രാവശ്യം പിടിച്ചിട്ടുള്ളതാ. ആ നാണക്കേട് ഇനി വേണ്ട. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതികളീ നിങ്ങളെത്താൻ. ഇവൻ എന്താ സാധനം? ചീങ്കണ്ണിയാ. ഇവ കിട്ടുന്നെങ്കിൽ തൃശ്ശൂർ കളക്ടർ ആവൂട്ടാ. Honorable presiding officer on dais, esteemed senior members, and my dear fellow brothers and sisters of the region. ഞാൻ ആ പ്രസംഗം എഴുതിയ കടലാസ് കയറി കളഞ്ഞൂട്ടാ. ഇംഗ്ലീഷ് കേട്ട് നീ പേടിക്കൊന്നും വേണ്ടട്ടാ. ഇംഗ്ലണ്ടിലെ ധർമ്മക്കാർ വരെ ഇംഗ്ലീഷാ പറയാ. അതിനിടയ്ക്ക് എവിടേക്കാ പോയത്? ഒന്നുണ്ട് വന്നേ. Abraham Lincoln once said, whatever you are, be good one. And I find it true. 20 years ago, when I joined this club, I was nearly 26. The then Honorable President, Mr. Idikula. ജോസിന്റെ ഭാര്യ ഓമന നിന്റെ കോട്ടില് വീണൂട്ടോ. അത് കളിയാക്കിച്ചിരിക്കണ പോലെ എനിക്ക് തോന്നണേ. അനാവശ്യമായിട്ടുള്ള കോംപ്ലക്സ് വേണ്ടട്ടാ. അവനവന്റെ ഡിഗ്നിറ്റി നിക്ക്. But the will has to be stronger than the skill. ഇതവൻ കൊണ്ടുപോയിട്ടാ. I can do as the president to this club what no club has done to the social and cultural fabric of Trichy. Fellow members, I had a will, but I need your vote to allow me demonstrate my skill. I have here with me my fellow competitor, my classmate, my friend, Mr. C. Francis. അവനിപ്പോ എന്താ നിന്നെ കുറിച്ച് പറഞ്ഞേ? And I wish him all the best. To say it lightly, both of us were taught by the same revolutionary shepherd, Jesus, who said to love thy enemy. Thank you all, and God bless you. അടുത്ത കാൻഡിഡേറ്റ് ശ്രീ C. ഫ്രാൻസിസ്. എനിക്ക് പേര് വിളിച്ചട ചെറ്റ്. Good luck. നീ ആ ചേട്ടത്തിയാരുടെ ഏത് മലക്കാണ് പിടിച്ചത്? കുട്ടിയുടെ ഇടത്തും വലത്തുമല്ലാതെ പിന്നെ ഏതാണ്ട് റമേല ചെല്ലു ചെല്ലു. പൂരങ്ങളുടെ മാറ്റുവിൻ ചട്ടുകങ്ങളെ, ഇല്ലെങ്കിൽ അവര് നിങ്ങളെ മറിച്ചിടും. പറ്റുവച്ചാ എനിക്ക് വോട്ട് ചെയ്യാം. വേറെ ഇപ്പോ വലിയ കാര്യങ്ങളൊന്നും പറയാനില്ല. നന്ദി, നമസ്കാരം. പൊട്ടിയുണ്ടാവും ഷുവറാ. കൂട്ടല്ലേ പുണ്യാളാ, റിസൾട്ട് വരട്ടെ. അതിനു മുമ്പ് അവൾ ഇന്ന് ഒന്ന് വന്ന് കണ്ടു. റോമനി ടെൻഷൻ കൗണ്ടിങ് ഇപ്പൊ കഴിയൂട്ടാ. തോറ്റാ അതിപ്പോ തോൽക്കണത് ആദ്യമൊന്നുമല്ലല്ലോ. ജോസ് എന്നെ തോൽപ്പിച്ചിട്ടുണ്ടല്ലോ നമ്മളെ മുമ്പ്. ജയിക്കാൻ എന്ത് കളിയും കളിക്കണ ആളാ ജോസ്. സ്കൂളിൽ വെച്ച് ഒരു കറവക്കാരി കഥ പറഞ്ഞ തല്ല് കൂടിയതെന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇന്നും അത് തന്നെ പറഞ്ഞു അല്ലേ സ്റ്റേജിൽ കയറുമ്പോ. ഇന്ന് പക്ഷെ അതിൽ വീഴാൻ പാടില്ലായിരുന്നു. എനിക്ക് നിന്നെ അവനെ ഒരുമിച്ച് കാണുമ്പോ കംപ്ലീറ്റ് ഗ്യാസാ പോകും. എന്താ അറിയില്ല. നിനക്ക് വല്ല പ്രാന്തമുണ്ടടാ. കുട്ടിക്കാലത്തെ ഓരോ മറക്കേണ്ട കാലം എന്നേ കഴിഞ്ഞു. പ്രേമത്തിന്റെ ആവേശമൊക്കെ കല്യാണം കഴിയണവരെ തന്നെ ഉള്ളൂ. പിന്നെല്ലാം ഒരു തരം അഭിനയമല്ലേ. അഭിനയിച്ച് ആളെ പറ്റിച്ച് പരസ്പരം പറ്റിച്ച് അങ്ങനെ. അമേരിക്കൻ പ്രസിഡന്റ് ഇലക്ഷനോ? ഇനി കുറച്ചു കാലത്തേക്ക് ആ നശിച്ച ക്ലബിലേക്ക് പോണ്ടാട്ടാ. നാളെ ഒരു സൗജന്യ അരി വിതരണം നടത്തുന്നുണ്ട്. നാളെ ചെന്നിട്ട് അത് മേടിക്കടോ. ബോസിന് കിട്ടണല്ലേ. എന്നിട്ട് കൊണ്ടുപോയി പുഴുങ്ങി തിന്നാ. സുബ്ര, വണ്ടി ബാഹുലേന്റെ ഹോട്ടലിലേക്ക് പോട്ടെ. അതാ നല്ലത്. ഇനി കുറച്ചു ദിവസത്തേക്ക് ഒരു മുറി എടുത്ത് അവിടെ ഒളിച്ചിരിക്കാം. എന്താണ്ടാ യൂസഫേ നിന്റെ ഒരു അഭിപ്രായത്തില് നമ്മൾ പൊട്ടാൻ കാരണം? അതിപ്പോ ജോസ് ഡോക്ടറെ കുറിച്ചും അദ്ദേഹത്തിന്റെ ഭാര്യയെ കുറിച്ചും നല്ല അഭിപ്രായമുള്ളത് ഒരു ഇമേജ് എന്നൊക്കെ പറയില്ലേ. കൂടാതെ നമുക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ ഇറങ്ങിയവര് അത്ര നല്ല പേരല്ല ഉള്ളത്. രണ്ടും നെഗറ്റീവ് ആയിരുന്നേ. അത് നീ എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞൊന്നല്ലല്ലോ. ഞാൻ പറയണെങ്കിലേ നീ ഒന്നും പറയണ്ട. പറയട്ടോ, നീ പറയടാ. പ്രാഞ്ചേട്ടന്റെ പ്രസംഗം അവ രണ്ടും കുഴപ്പം. പ്രാഞ്ചേട്ടൻ ഒരു മുണ്ടും ഷർട്ടൊക്കെ കൊടുക്കും. നമ്മുടെ ലൈനിൽ ഒരു പെടപെടച്ചിരുന്നു വോട്ട് ഇങ്ങോട്ട് പോന്നെ.
അതില് കാര്യണ്ട് മെന്നെ. അങ്ങനത്തെ സിമ്പിൾ ആയിട്ടുള്ള പ്രാഞ്ചേട്ടനെ നാട്ടുകാർക്ക് ഇഷ്ടം. മതിയടാ മതി. ഒരു ചീഫ് ഇലക്ഷൻ ഏജന്റിന്റെ പ്രയാസം നിനക്കറിയില്ല. അല്ലെങ്കിൽ ഇപ്പൊ ഈ പ്രസിഡന്റ് പണി എന്നൊക്കെ പറഞ്ഞ അതിനവൻ തന്നെയാണോ നല്ലത് ജോസ്? ഇൻഫോക്യൂച്ചിറ്റി മെസ്സി അരിയോ എന്നിട്ടാ ഒന്നുമില്ല. തോറ്റോന്റെ വേദന തോറ്റോനെ അറിയൂ പുണ്യാള. പിന്നെ ഞാൻ ക്ലബിലേക്കൊന്നും പോവാറില്ല. ഇവിടെ കച്ചവടം കാര്യങ്ങളും ഇട്ട് അങ്ങോട്ട് കൂടി. തൃശ്ശൂരിന് തിലകക്കുറിയായി സ്വർണ്ണത്തിലക്കത്തിന്റെ ആത്മഹർഷമേറും രോമാഞ്ചമായി കുടമാറ്റത്തിന്റെ കുളിർച്ചൂടി ചേറമ്മൽ ഗോൾഡ്. ഗോൾഡ് ഈസ് ബോൾഡ്, ബോൾഡ് ഈസ് ഗോൾഡ്. ഓക്കെ സന്തോഷ്. ഫ്രാൻസിസ് സാറ് വെൽ ഡൺ. എന്നിട്ട് വെൽഡിങ് ഇത് വേണ്ടട്ടാ. എന്റെ അഭിപ്രായത്തിൽ സംഗതി കലക്കിട്ടോ. ഗ്ലാമറും ടൈമിംഗ് ഒക്കെ ഉള്ള ഏത് മോഡലിൽ കിട്ടാന്ന് ആ ഡബിൾ ഓക്കെ. എനിക്ക് ഓക്കെ അല്ല. നീ ഇതൊന്നും കൂടെ എടുത്തേ. പറയാനുള്ള ഡയലോഗ് ഞാൻ പറയാം. ഓക്കെ കമോൺ കമോൺ ഗെറ്റ് റെഡി. പ്രാഞ്ചേട്ട മുടിയിട്ടുണ്ട്. ഒന്ന് പോയടാ. ഞാൻ ഡയലോഗ് ആലോചിക്കട്ടെ. ചിന്തിക്കട്ടെ. അയാളുടെ സ്വർണ്ണക്കട അയാളുടെ റെഡി മ്യൂസിക്. കൊടക്കട കാശിന് കിട്ടുന്ന പൊന്നു മോന്നല്ല അത് ഞാൻ ഗ്യാരണ്ടി. കടയുടെ പേര് കളഞ്ഞിട്ട് ഒരു കേസും ഇല്ല ചെറമ്പൽ ഗോൾഡിന്. സ്വർണ്ണ സത്യ സ്വർണ്ണ. ചെറമ്പൽ ഗോൾഡ്, ചെറമ്പൽ സെന്റർ, പടിഞ്ഞാറക്കോട്ട റോഡ്, തൃശൂർ. പ്രൊപ്പറേറ്റർ സി ഫ്രാൻസിസ്. ഈ കടമുതലാളിമാര് തന്നെ പരസ്യത്തിൽ നിന്നാ ഇതിന്റെ പേരിൽ ക്യാഷ് അടിക്കുന്ന സിനിമാ നടന്മാര് നടികൾ എന്ത് ചെയ്യും? ഐറ്റിങ്ങൾ വന്ന് കൊടുക്കണ കാശിന് വയറ് നിറച്ച് പറയും. പക്ഷെ അതിലൊരു ആത്മാർത്ഥ കാരണം കാശും കടയും ഇവിടെ അല്ലേ. എല്ലാരും ഉണ്ടല്ലോ കോർപ്പറേഷൻ മുഴുവൻ. എന്താ പരിപാടി? പറയാനുണ്ട്. ഇവരിവിടെ ഇരിക്കട്ടെ, നടക്ക്. ഇവൻ ഇടവേളയ്ക്ക് ശേഷം പൊക്കം വെച്ചിട്ടില്ല. ഈ ക്ലബ് ഇലക്ഷന്റെ ക്ഷീണം നമുക്കൊന്ന് തീർക്കണ്ടേ? ആഫീസിൽ പോയി കണക്ക് നോക്കിയാൽ അറിയാം ഇതിന്റെ ഒരു നിലവാരം. പോയത് പോട്ടറോ എന്നെ വെല്ലുവിന്റെ കയ്യിലെ കാശ് പോകുമ്പോ സകല തെണ്ടി ആയിട്ട് കൊടുക്കണ ഉപദേശം താനത് എന്നോട് പറയണ്ടട്ടാ. ഞാൻ കാശിന്റെ കാര്യമല്ല പറഞ്ഞത്. നമ്മുടെ പേരിനുണ്ടായ ഡാമേജ് നമുക്ക് തിരിച്ചു പിടിക്കണ്ടേ? ഉള്ള പേരുടെ കളയാനാ? ആകെയുള്ള പേര് അരിപ്രാഞ്ചിന്നല്ലേ. ഡോ നമ്മുടെ ചേക്കുട്ടിക്ക് ഗഫൂർ ചേക്കുട്ടി ഓസ്കാർ അയാൾക്ക് തൃശൂർ നഗരസഭ ഒരു സ്വീകരണം കൊടുക്കണു. കൊടുക്കട്ടെ, അതിനിപ്പോ നമുക്കെന്താ? അത് ചെറമ്മൽ ഗ്രൂപ്പാണ് സ്പോൺസർ ചെയ്യുന്നത് എന്ന് തന്നോട് ആര് പറഞ്ഞു? എന്ന് താൻ എന്നോട് പറയണം. അത് കേൾക്കാനാ പുറത്ത് കോർപ്പറേഷൻ കൗൺസിലർമാരും മറ്റുള്ളവരും ഇരിക്കുന്നത്. എന്നെ നമ്മുടെ കാശിന് പറ്റുകൾക്കൊക്കെ നല്ല വിലയുണ്ട്. നമുക്ക് മാത്രം ഒരു വിലയില്ല. അങ്ങനെ ഒരുപാട് സ്ഥലത്ത് കാശ് കൊടുത്തിട്ട് എനിക്ക് പണി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ആ പരിപാടിയെ നിർത്തി. നിക്ക് ഞാൻ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് സംസാരിച്ചിട്ടായിരിക്കുന്നത്. ചെറമ്മൽ ചേക്കുട്ടി ഈവനിങ് എന്നായിരിക്കും പ്രോഗ്രാമിന്റെ പേര്. ചെറമ്മൽ ചേക്കുട്ടിയോ? അവൻ എങ്ങനെയാണോ ചെറമ്മലത്തെ അവിടെ? പൊട്ട, അത് പ്രോഗ്രാമിന്റെ പേരാ. ഐഡിയ സ്റ്റാർ സിംഗർ എന്നൊക്കെ പറയുന്നത് പോലെ. സ്റ്റേജിൽ ഒരു MP, ഒരു മന്ത്രി, ഒരു MLA, പിന്നെ താൻ. ഇവരായിരിക്കും മുന്നിലത്തെ കസേരകളിൽ. ചേക്കുട്ടിക്ക് ഉപഹാരം കൊടുക്കുന്നത് പ്രാഞ്ചി. എന്താ അതിന്റെ പടമായിരിക്കും പിറ്റേന്നത്തെ മെയിൻ പത്രങ്ങളുടെ 1ാം പേജ്. തൃശൂർ എഡിഷനിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ മേന്നെ കണകുണാന്ന് പറയരുത്. പിന്നെ മന്ത്രി പ്രഭാകരനാണ് സംഘാടക സമിതി ചെയർമാൻ. പ്രഭാകരൻ പ്രസംഗത്തിൽ ചെറമ്മൽ ഫ്രാൻസിസിനെ കുറിച്ചൊരു 4 വരി പെടക്കി. എന്താ ഇത്രയും പോരെ? താനേ എനിക്ക് മനസ്സിലായി. ഇന്നത്തെ ലോഡ് കയറിയ മാർക്കറ്റ് കള്ളാണ്ടാ. കൊടുക്കട്ടെ, അത് ഞാൻ പറഞ്ഞോളാം. മേനോൻ രാവിലെ ഒരു കേസും കൊണ്ട് വന്ന നമ്മുടെ ചേക്കുട്ടിയുടെ സ്വീകരണല്ലേ? നിനക്ക് തലക്ക് വല്ല പ്രാന്തന്റെ ബ്രാഞ്ച്. ആ മേനോ വല്ലതും പറഞ്ഞ കേട്ട് വെറുതെ തുള്ളാൻ നിൽക്കണ്ടാ. ഓർണോ അപ്പൊ അതേ ഇവിടെ തന്നാ പോവായിരുന്നു. ഇതിന്റെ വല്ല കാര്യം ഏതെങ്കിലും ഒരു കടയുടെ ക്യാഷിൽ ഇരിക്കും. എന്നിട്ട് മാസം എന്താ വെച്ചാ എണ്ണി എടുത്തോന്ന് ഞാൻ പറഞ്ഞില്ല. അതൊന്നും ശരിയാവില്ലടാ. ഈ ജമ്മ എരന്നങ്ങടെ അവസാനിക്കട്ടെ. പക്ഷെ പുതുപ്പേട്ടൻ നാട്ടുകാരുടെ മുമ്പിൽ കൈ നീട്ടില്ലാട്ടാ, നിന്റെ മുമ്പിൽ മാത്രം. ഇനി നിനക്കൊരു ബുദ്ധിമുട്ട് തോന്നിയ അന്ന് ഉതുപ്പേട്ട ഒരു സഡൻ ബ്രേക്ക് ഇടും. എരക്കലിനല്ല, ഉതുപ്പേട്ടന്റെ ലൈഫിന്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോളാട്ടാ. കാസിനോന്റെ ബാറിലുണ്ടാവും. മേയറാ ചേക്കുട്ടിയുടെ പരിപാടിയിലെ എടുക്കണ്ട. കളക്ടറാ എടുക്കണ്ട. ഇനി MLA വിളിക്കൂട്ടാ. മന്ത്രി വിളിക്കട്ടെ. ക്ലബ് ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ എത്രണ്ട പൊട്ടിച്ചേ? കണക്ക് നോക്കണം. എല്ലാത്തിനും ഒരു കണക്കുണ്ടാവണട്ടാ. വീട്ടില് പെണ്ണൊരുത്തി ഇല്ലാത്തന്റെ അതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ സമ്മതിക്കാം ഇങ്ങനത്തെ തൂർത്തിന്. അതുകൊണ്ടൊക്കെയാ കാരണന്മാര് നേരത്തെ കാലത്തെ പെണ്ണ് കെട്ടിച്ച് പൂട്ടണേ. അത് ചിറമലയുടെ ജാതകത്തിൽ പറഞ്ഞിട്ടില്ലല്ലേ? എല്ലാവരും ലേറ്റ് മാരേജാ. പ്രാഞ്ചേട്ടൻ അപ്പം കിട്ടിയതേ 45 വയസ്സിലാ. അകത്തുണ്ട്. അതും എന്തോ പെരുവാട്ടാ. അപ്പൊ മാഷ് ഇക്കൊല്ലം റിട്ടയർ ആവും.
ഞാൻ നമ്മളെ കാര്യമായിട്ടൊരു സ്കൂളിൽ വരുമ്പോ നീ 10ല. ഇറങ്ങി പോണ ഈ വർഷം പല പല പദ്ധതികളാണ് മനസ്സിലുള്ളത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ള വിഷയ നമ്മളെ കുട്ടികളുടെ മെഡിക്കൽ ഇൻഷുറൻസ്. ഇക്കൊല്ലം കുട്ടികളുടെ എല്ലാ ചികിത്സ ചെലവും സ്കൂളായിട്ട് നടത്തും. ആ കാര്യത്തിൽ ഇനി രക്ഷിതാക്കൾക്ക് ഒരാശങ്ക വേണ്ട. അമേരിച്ചെടുത്തിനൊന്ന് വരാൻ പറഞ്ഞേ. പോളിസി തുക എത്രയാന്ന് പറഞ്ഞാ ഞാൻ അടച്ചോളാന്നേ. നീ എന്റെ കൂടെ ഒന്ന് വരണം. ആ ഇൻഷുറൻസ് കമ്പനിയിലെ മാനേജറായിട്ട് നീ ഒന്ന് സംസാരിക്കാം. അവനെ ഇങ്ങോട്ട് വരുത്താലോ. ചേർത്തേ, ആ മെഡിക്കൽ ഫണ്ടിൽ നിന്ന് ഒരു കുറച്ച് എമൗണ്ട് മാറ്റി വെക്കണം. സ്കൂളിലെ കുട്ടികളുടെ ഒരു ഇൻഷുറൻസിന്റെ കാര്യം. ആ വകയില് ഈ വർഷം ഇനി ഫണ്ടൊന്നും ഇല്ല. 4 ആൾക്ക് ഹാർട്ട് ഓപ്പറേഷൻ നടത്തിയില്ലേ, കൈസഹായിട്ട് ഒരു തുക വേറെയും. കുഴപ്പമില്ലെന്നേ, ചെറിയ കിടാങ്ങണ കാര്യത്തിനല്ലേ. എല്ലാം കൂടി എന്റെ തലയിലേക്ക് അങ്ങോട്ട് കെട്ടിവെക്കാനല്ല ഞാൻ വന്നത്. കൂടി ഒന്നും ഇറങ്ങിയാ നമുക്ക് ആവശ്യമുള്ള തുക പിരിച്ചെടുക്കാം. അത് നഷ്ടാ. പക്ഷേ നമ്മൾ ഇറങ്ങിയ ക്യാഷ് കിട്ടും. പക്ഷെ അവിടെ നിങ്ങളുടെ വിളി വരുമ്പോ അത് നമ്മൾ തിരിച്ചു കെട്ടണം. അതിലില്ലാമ നമ്മൾ തന്നെ ഇറക്കണ. ശരി ഗസ്റ്റ് ഹൗസ് മിനിസ്റ്റർ PA മുരുകേശൻ അങ്ങോട്ട് വരാന്ന് പറ. അതെ, ഇൻഷുറൻസുകാരെ ഇങ്ങോട്ട് വരുത്താം. മിനിസ്റ്റർ ആവുമ്പോ നമ്മൾ അങ്ങോട്ട് പോകണം. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ചില നിയന്ത്രണങ്ങൾ നിങ്ങൾ കൊണ്ടുവന്നു എന്നുള്ളത് ശരിയാ. പക്ഷെ അതിന് മുമ്പത്തെ ഭൂമിയിൽ കുറെ പേര് കാശടിച്ചു. തൃശ്ശൂർ ഭാഗത്ത് വലിയ കൊള കിട്ടിയത് ഫ്രാൻസിസിനാ, അറിയാട്ടാ. കൊള്ളന്റെ ഊരി അത്ര തന്നെ ഉള്ളൂ. ഏയ് ഒരു 5-8 സി അതുറപ്പാ. അല്ല, ഇപ്പൊ എന്തുകൊണ്ട് പുതിയ വെഞ്ചർ ചെറമൽ കൺസ്ട്രക്ഷൻസ് ഫ്ലാറ്റോ ഷോപ്പിംഗ് മാളോ? ഫ്ലാറ്റാ ആയിക്കോട്ടെ. നിങ്ങൾ ബിസിനസ്സുകാരെ ബുദ്ധിമുട്ടിക്കണമെന്ന് ഞങ്ങൾ ഒരിക്കലും കരുതിയിട്ടില്ല. ഞങ്ങൾ വികസന വിരോധികളല്ല. സഹകരണം എന്ന വാക്ക് മറ്റു പലരെക്കാളും ഞങ്ങൾ ഉച്ചത്തിൽ പറയും, ചെറിയൊരു ഭേദഗതിയോടെ. പരസ്പര സഹകരണം അത് ഇരുകൂട്ടർക്ക് നല്ലതാ. അതെ മന്ത്രിയെ, ചേക്കുട്ടി പരിപാടിക്ക് കാശ് എത്ര വേണമെങ്കിലും ഫ്രാൻസിസ് ഇറക്കും. പക്ഷെ 10 പേരെ അറിയിക്കണം. അത്രക്കേ ഞങ്ങൾക്ക് ഡിമാൻഡ് ഉള്ളൂ. അത് വേണം. അതല്ലേ മേന്നെ ഞാൻ പറഞ്ഞത്, പരസ്പര സഹകരണം. വണ്ടി വരാറായിട്ടോ? എല്ലാവരും റെഡിയായിട്ടോ? അതെ, അതിന് പണിയുണ്ട്. സ്റ്റേജിൽ കയറാൻ പറ്റില്ലേ? കാശ് തിരിച്ചു വഴിക്കൂട്ടാ. നീ ഇങ്ങനെ മണവാട്ടിമാരുടെ കാര്യം നാണിച്ച് നിൽക്കാട്ടെ എന്റെ കൂടെ ഇട്ട് വന്നേ. നീ എന്താ ഇവിടെ ഭരതനാട്യം നടത്താൻ പോവാ? കൊല്ലത്തെ ഫസ്റ്റ് സ്റ്റേജിലിടോ. അവിടെ ഇരിക്കും. ഞാൻ വിചാരിച്ചത്ര സൈസ് ഇല്ല. ആളൊരു കപ്പലിനെ മിട്ടാണ് അത്ര ഉള്ളൂ. എന്നിട്ട് എവിടെയാ എത്തിയേ? ഇതാ പറയണ പൊക്കത്തിന് വലിപ്പത്തിലൊന്നും ഒരു കാര്യമില്ലെന്നേ. ഇവിടുന്ന് ഞാൻ കരുതട്ടാ. നേരെ കോഴിക്കോട്ടെ കഴിഞ്ഞ കാസർഗോഡ്. ജോസിനൊക്കെ സീറ്റ് പിന്നിൽ. താന് വേണമെങ്കിൽ പോയി പിന്നിലിരുന്നോ. തിരക്കുള്ള കാര്യം ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 2 മണിക്കൂർ സംഭവം ചെറുപ്പം ഗ്രൂപ്പ് തീരെ ചെറുതായി പോയിട്ടോ. ഗുരുമാധവൻ തമ്പി പത്മശ്രീ പ്രോട്ടോകോൾ അനുസരിച്ച് മുമ്പിലിരിക്കണം. സ്പോൺസറല്ലേ പ്രാഞ്ചേട്ട പ്ലീസ്. പത്മശ്രീ നഗരസഭയുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന അപ്പളേക്ക് എവിടുന്ന് കൊണ്ടുവന്നോ ഒരു പത്മശ്രീകാരനെ? സംഭവം ഒരു വെയിറ്റുള്ള സാധനട്ടാ. ശവടക്കിന് പോലീസ് ആകാശത്തേക്ക് വെടിവെക്കും പത്മശ്രീ കിട്ടിയ. അതെന്തിനാടോ? ചത്തോന്ന് ഉറപ്പിക്കാനാ വെടിവെച്ച് നോക്കണത്. എന്ത് തേങ്ങയാടോ ഈ പത്മശ്രീ? ആ കിളവിന് എന്തിനാ കിട്ടിയത്? ഡാൻസിനോ കാക്കാരിശിക്കോ? വെറുതെ എന്തെങ്കിലും പറഞ്ഞു ഒപ്പിക്കുന്ന സാധനം ഇത്. പിടിപാടുണ്ടെങ്കിൽ ഇത് എങ്ങോട്ട് നോക്ക്. കാശെറിഞ്ഞാ മേടിക്കാൻ പറ്റണതാണ് ഈ സകല പാടും. എന്തറിയേണ്ടി വരും? എന്തുണ്ട് പത്മശ്രീക്കാ പ്രാഞ്ചേ? വെറുതെ ഈ മേനോന്റെ ഓരോ പടായി കേട്ടിട്ട് ഇത് കാശ് കൊടുത്ത് മേടിക്കാൻ വല്ല ചക്കയോ വാങ്ങിയിട്ടിയാ? കാശ് കൊടുത്ത് മേടിച്ച കഥയൊക്കെ ഉണ്ട്. രണ്ടാളെ എനിക്കറിയാം. മേടിച്ചോ? നടത്താനും നിർത്തിയേ. എന്ത് ചെലവാന്ന് പറ. ക്യാഷിന് ഇട്ടാ ഞാൻ മേടിക്കും. പത്മശ്രീ ശ്രീ പ്രാഞ്ചേട്ടൻ പിടിക്കുകയാണെങ്കിൽ ഇവിടെ സുരേഷ് ബാബുവിനെ പിടിക്കണം. എന്താ പാട്ടാ? കാര്യവും പ്രതിപക്ഷത്താണെങ്കിലും ഇമ്മാരി ഓപ്പറേഷൻ ബെസ്റ്റാ. കാശ് കിട്ടിയ മണലോണ്ട് അവൻ കയറിയിരിക്കും. ഞാൻ ഇനിയൊരു സത്യം പറയാം. കയ്യില് കാശും ക്കാരന്റെ ബുദ്ധിയും കിട്ടിയ ലോകത്തിലെ ആരെയും നിനക്ക് മനസ്സിലായ? നമഃശിവായ 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 ഭഗവാനേ. പത്മശ്രീ കാശിറക്കേണ്ടി വരൂട്ടാ. ഇറക്കാന്നേ മാത്രല്ല കളി വേറെയും കളിക്കേണ്ടി വരും. ആ കളിയുടെ ക്യാപ്റ്റനായിട്ട് സുരേഷ് ബാബു നിക്കണം. അപ്പൊ ഡൽഹിയിലത്തെ കാര്യം? ഡൽഹിയിൽ എത്രയെങ്കിലും കേരളം കിടക്കണ്ടേ? സംസ്ഥാന സർക്കാർ അയക്കുന്ന ലിസ്റ്റ് മേല അവിടത്തെ ഡിസിഷൻ വരിക. ആ ലിസ്റ്റിൽ കയറി പറ്റണമെങ്കിൽ ഇവിടത്തെ ചുള്ളന്മാരെ ആരാ മട്ടിലേക്കാ തള്ളണ്ടേന്ന് പറഞ്ഞാ മതി.
തള്ളാം. നമുക്ക് സുധാരനെ പിടിക്കാം. വലിയ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി. നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. പിന്നെ അവനാ കൂട്ടത്തിന് നല്ല ഗാന്ധി സ്നേഹമുള്ളവനാ. നടക്കണ കാര്യമല്ലേ ഗാന്ധി? അതിപ്പോ പാർട്ടിയുടെ ഒരു ലിസ്റ്റ്, ഘടകകക്ഷികൾ ചില നോമിനീസ്, അങ്ങനെ എലിജിബിൾ ആയ എത്ര പേരുണ്ടാവും? കഴിഞ്ഞ തവണ 24 പേരുടെ പേര് പോയിട്ട് കിട്ടിയത് എത്ര പേർക്കാ? എല്ലാം തികഞ്ഞോന്മാർ തന്നെ ബാക്കി കിടക്കുക. അല്ലേലും നിങ്ങളുടെ പാർട്ടിക്കാരെ പ്രശ്നത മുടക്കം പറഞ്ഞേ തുടങ്ങുള്ളൂ. താൻ ആ സ്റ്റേറ്റ് ലിസ്റ്റിലൊന്ന് കയറ്റിത്താടോ. ഡൽഹിയിലെ കാര്യം ഞങ്ങൾ നോക്കി. ഡൽഹിയിൽ എന്ത് തോന്നിയ ദിവസം നടക്കും? അതൊക്കെ ഇവിടെയും നടക്കും. താൻ ആ വിഷയം വിട്. ഇപ്പൊ ഭരണം മാറിയിട്ട് മതിച്ചാലും പ്രശ്നമല്ല. അവിടെ ഇവിടെയൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. അത് പറ്റില്ല, ഞങ്ങൾക്ക് ഇക്കുറി തന്നെ വേണം, അല്ലേ പ്രാഞ്ചി? അതെ, അതും ഒരു ദിവസം നേരത്തെ കിട്ടിയ അത്രയും സന്തോഷം. വേണ്ട, നമുക്ക് പോവാടാ. സുധാര, എന്താ യോഗ്യത എന്നല്ലേ നീ ചോദിച്ചേ? ഇടത്തുനിന്നും വലത്തുനിന്നും കൈ നീട്ടുമ്പോ കണക്ക് നോക്കാണ്ട് വാരി തന്ന തന്നെയാണ്ട യോഗ്യത. ഇത് ക്യാഷിന് കിട്ടണമെങ്കിൽ ഫ്രാൻസിസ് മേടിക്കും. എന്നിട്ട് അതും കഴുത്തിൽ തൂക്കിയിട്ട് തൃശ്ശൂർ റൗണ്ടാ നടക്കും. വേനമായോ? എന്റെ ഐഡിയ അത്. രാഷ്ട്രീയക്കാരൻ കൈവിടുമ്പോ മതം, അതും നടന്നില്ലെങ്കിൽ മത തീവ്രവാദം. നന്നായിണ്ട്. അത് ശരിയാവൂ. അങ്ങോരൊരു ടൈപ്പാളാ. മാഷെ അന്യന്മാരൊന്നും അല്ലല്ലോ, തന്റെ അമ്മയുടെ ആങ്ങളെ. അതൊക്കെ തറവാട്ടിലല്ലേ മെന്നെ. അരമനെ ചെന്ന അങ്ങോരു ബിഷപ്പല്ലേ? അവിടെ എന്തുട്ട് അമ്മാവനും മരുവനും. മാഷിന്റെ ഭാര്യ വീട്ടിലും മാഷിന്റെ ഭാര്യയല്ലേ? പള്ളിയിൽ വെച്ച് കാണുമ്പോ അവള് വല്യമ്മയുടെ മോളാവും. എന്താ മെന്നത് കാര്യം പറയണതിന്റെ ഇടയിൽ ഒരു ശ്രമം നടത്തി നോക്കാം മാഷെ. ഇല്ല പോട്ടെന്നേ. അല്ല, ഈ ബിഷപ്പ് പറഞ്ഞപ്പോഴത്തെ ഗവൺമെന്റ് കേൾക്കുന്ന എന്തത്ര ഉറപ്പ്? സഭയും പാർട്ടിക്കാരും ഒന്നും തമ്മിൽ തല്ലല്ലേ? അത് വിട്. ഈ പാർട്ടിയിൽപ്പെട്ട മന്ത്രിമാര് തലയിൽ മുണ്ടിട്ട് അരമനെ ചെന്ന് ബിഷപ്പ്മാരുടെ കയ്യിൽ കിസ് ചെയ്യണ കഥയൊക്കെ എനിക്കറിയാട്ടാ. ഈ ബിഷപ്പ് ചാർജ് എടുത്തതിന് ശേഷം 3 പള്ളിപ്പണിക്ക് ഡൊണേഷൻ വാങ്ങിണ്ട്. അല്ല, തനിക്കിപ്പോ എന്താ ഒരു പത്മശ്രീ മോഹം? ഇതിന് മോഹിക്കാൻ പറ്റില്ലല്ലോ, അവര് മരിച്ചു പോയില്ലേ. താൻ നാളെ ഞങ്ങളുടെ കൂടെ വരുന്നു എന്താ? ശരി. പ്രാഞ്ചി എഴുന്നേറ്റ്. പിള്ളേര് കൃമി കടിച്ചിട്ട് ഓടുന്നതാ. സർക്കാർ വകയല്ലേ ഭക്ഷണം. നീ ഇങ്ങോട്ട് വന്നേ. എന്തുട്ടാണ്ട സുബ്ര? അല്ല കെടിയിലല്ലേ കാറിനെ അക്ഷരം എഴുതി പഠിക്കാം. ഞാൻ കണ്ടതുകൊണ്ട് ഒരക്ഷരം. അത് ഏതക്ഷര? അക്ഷരല്ലത്, ഇത് കൂണാണോ അതോ കൂണാണോ? അതിൽ അപകടമുണ്ട്. സത്യമാണോ ഈ കണ്ടത്? പോയി ഓഫീസിൽ പോയി നിന്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം ഉണ്ടാക്കിട്ടാ. പ്രാഞ്ചി സോറി ട്ടാ. ക്രാങ്ങളല്ലേ മാഷെ. സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടുകയും അത് ലഭിച്ച നാളിൽ തന്നെ അതിന്റെ മുൻനിര പോരാളി പരമോന്നത അധികാരസ്ഥാനം കൈയാളുകയും ചെയ്തു എന്നതാണ് ലോകരാഷ്ട്രങ്ങളുടെ മുഴുവൻ ചരിത്രം. പക്ഷെ അതിന് അപവാദമായിരുന്നു ഭാരതം. അഹിംസയുടെ മാർഗത്തിലൂടെ കൈവന്ന സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണസാരഥ്യം ഏറ്റെടുത്തില്ല നമ്മുടെ മഹാത്മാവ്. മാത്രവുമല്ല, സ്വാതന്ത്ര്യപ്രാപ്തിക്കായി രൂപമെടുത്ത പ്രസ്ഥാനം പിരിച്ചുവിടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മഹത്തായ ആ പാരമ്പര്യമാണ് നമ്മൾ പിന്തുടരേണ്ടത്. അധികാരവും സ്ഥാനമാനങ്ങളും ത്യജിക്കാൻ ശീലിക്കുക, കർമ്മം ചെയ്യുക. അതിനുള്ള പ്രതിഫലം പാരിതോഷികമായോ പുരസ്കാരമായോ നമ്മെ തേടി വരാം, വരാതിരിക്കാം. ഞാൻ പറഞ്ഞു വന്നത് മനസ്സിലായി കാണുമല്ലോ. ഫ്രാൻസിസ് ഇന്നാൾ വരെ ചെയ്ത പുണ്യപ്രവൃത്തികൾ തുടരുക. നിന്നിലേക്ക് വന്നു ചേരേണ്ട അംഗീകാരം കാലം നിന്റെ കൈകളിൽ എത്തിക്കും. എന്റെ പേഴ്സണൽ അഭിപ്രായം പറയാട്ടാ. ഇല്ല, അതിന്റെ കുശുമ്പല്ലേ ഇത്. അല്ലെങ്കിലും ഒരു ക്രിസ്ത്യാനിക്ക് വേറൊരു ക്രിസ്ത്യാനിയെ കണ്ടുകൂടാന്ന് പറയുന്നത് ശരിയാ. നായന്മാർക്ക് നായന്മാരെ വലിയ സ്നേഹല്ലേ? നാണാവില്ലെങ്കിൽ ജാതി പറഞ്ഞ് സംസാരിക്കാൻ. സ്കൂളിലെത്ത സമയമായി, ഞാൻ പോവാ. ഞങ്ങൾ അടുത്ത പരിപാടി നോക്കട്ടെ. എന്താ വേണ്ടേ? എളുപ്പല്ലോ ഈ ആദ്യം ഓരോ സാധനങ്ങൾ കിട്ടാൻ. ഇപ്പൊ കിട്ടിയവരൊക്കെ നല്ല പണിയെടുത്തിട്ടുണ്ടാവൂലേ? താൻ എന്തുട്ട് എന്റെ പാഞ്ചി പറയണേ? താൻ വിചാരിച്ചത് വെള്ളയപ്പങ്ങാടിയിൽ വെള്ളയപ്പം ഉണ്ടാക്കണ ടീം എന്ന് പറഞ്ഞുണ്ടാക്കിയതാ. ഇത് കഷ്ടപ്പെട്ടെന്നെ കിട്ടുള്ളൂ. രാവിലെ നടക്കാൻ പോയ വഴിക്കാ സുരേഷ് ബാബുവിന്റെ ഫോണ്. ഒരു അജയൻ നമ്പ്യാര് വരുന്നു വെച്ചാ പത്മശ്രീ കയ്യിലേക്ക് വന്നു ഉറപ്പിക്കാന്ന്. നീ അവളെ കണ്ടില്ലടാ? ആരെ? ഇല്ല, ആരുമില്ല. ബാക്കി പറഞ്ഞു. എന്നിട്ട് തിരുവമ്പാടി ക്ഷേത്രത്തിലാ. തന്നെ എന്താടോ അവിടെ നടയിരുത്തിരിക്കാൻ? താരന്ന് വേഗം വന്ന വീട്ടിലേക്ക്. ഹലോ, എന്താ പേര്? ഫ്രാൻസിസ്. സി ഫ്രാൻസിസ്. വാട്ട്? ഫ്രഞ്ച് ചേട്ടനോ? ഓക്കേ. ഞാൻ തൃശ്ശൂർ കുറച്ച് ദിവസം ഉണ്ടാവും. നാളെ ഒന്ന് ഗുരുവായൂർ പോകും. ഛത്തീസ്ഗഡ് ചീഫ് ജസ്റ്റിസ് ഖാസറാം കൊത്വാളും ഫാമിലി വരണ്ട്. കൊത്വാൾജിയുടെ മകളുടെ കുട്ടിക്ക് ചോറൂണും മൂപ്പർക്കും വൈഫിനും തുലാഭാരവും. പിന്നെ നമ്മുടെ സ്വന്തം ആളല്ലേ. ശരി, നമുക്ക് കൊച്ചി കാണാം. മെറിഡിയൻ റൂം ഇട്ടേക്ക്. പിന്നെ ഒരു ഹൗസ് ബോട്ട് ആലപ്പുഴ വിളിച്ച് പറയും. എ ലക്ഷൂറിയസ് വൺ. മുഹമ്മയ്ക്ക് വരാൻ പറഞ്ഞാൽ മതി. ഡീറ്റെയിൽഡായിട്ട് പിന്നെ പറയാം. ചില ഗസ്റ്റ്സ് ഉണ്ട്. ഞാൻ ഒരു മീറ്റിംഗിലേക്ക് കയറുക. 1 hour കഴിഞ്ഞിട്ട് വിളിക്കാം. നമ്പ്യാർജി, ഇതാണ് നമ്മുടെ ഫ്രാൻസിസ് ചേട്ടൻ. ഫ്രാഞ്ചി ചേട്ടൻ എന്ന് പറയടോ. എനിക്കറിയാലോ,
നമ്മുടെ ഹോം മിനിസ്റ്റർ ദിവാകരേട്ടനും ഞാനും പങ്കെടുത്ത ഒരു ഫംഗ്ഷൻ. ഇറ്റ് വാസ് ലോങ് ബാക്ക്. നാട്ടികേൾ ഞാൻ കണ്ടിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടുണ്ടെന്നാണ് എന്റെ ഓർമ്മ. ഓഫ് കോഴ്സ് കേട്ടിട്ടുണ്ടല്ലോ ഒരുപാട്. കാര്യങ്ങൾ സുരേഷ് ബാബു പറഞ്ഞല്ലോ. നമ്പ്യാർ സാർ ഒരു പിടിപിടിച്ച സംഗതി മേപ്പെട്ടാ പോകുന്ന എല്ലാരും പറയണേ. അങ്ങനെ ഒരു മോഹം തോന്നി, നടന്നു കിട്ടിയാച്ചാൽ ഒരു കളറാവൂലോ. പേരിനൊപ്പം പത്മശ്രീ എന്നുള്ളൊരു ടൈറ്റിൽ കിട്ടിയാ പിന്നെ അരിപ്രാഞ്ചി ഗിരിപ്രാഞ്ചി എന്നുള്ള വിളികൾ നിൽക്കുമല്ലോ ഈ തൃശ്ശൂരുള്ള തെണ്ടികള്. കാശ് എത്രയാന്ന് പറയേണ്ട കാര്യമുള്ളൂ. പ്രാഞ്ചി റെഡി. തിരക്കൂട്ടല്ലേ, നമ്പ്യാർജി ഒന്ന് ആലോചിക്കട്ടെ. പ്രാഞ്ചേട്ടാ, ഇതങ്ങനെ കാശ് കൊടുത്ത് നിസ്സാരമായിട്ട് മേടിക്കാവുന്ന ഒന്നല്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ എത്ര പേർക്ക് ഇപ്പോ ഈ നാട്ടിൽ പത്മ അവാർഡ് കിട്ടിയിട്ടുണ്ടാവും. ആരുടെ കയ്യിലാ ഇപ്പൊ കാശില്ലാത്ത? കാശ് മാത്രമേ ഇവന്റെ ഉള്ളൂ, ബാക്കി എഡ്യൂക്കേഷൻ അടക്കം എല്ലാം പോക്ക. പിന്നെ ഡൊണേഷൻ അത് പലയിടത്തും കൊടുത്തിട്ടുണ്ട്. തെളിവിന് വേണമെങ്കിൽ രശീതി കാണിക്കാം. അതുകൊണ്ടായില്ലേ ഏട്ടാ, നമ്മുടെ സ്റ്റേറ്റ് ഹോം ഡിപ്പാർട്ട്മെന്റിൽ കൊടുക്കുന്ന അപേക്ഷയുടെ കൂടെ ഒരു പ്രൊഫൈൽ വേണം. എന്ന് വെച്ചാൽ ഒരു ലഘു ജീവചരിത്രം. അതിനും മാത്രമുള്ള ചരിത്രമൊന്നും നമ്മക്കില്ല നമ്പ്യാർ സാറേ. ഇല്ലെങ്കിൽ ഉണ്ടാക്കണം. ചരിത്രം പലപ്പോഴും നിർമ്മിക്കുകയാണ് ചെയ്യുക. അതിന് നമുക്കൊരാളെ കാണാനുണ്ട്. അയാൾ എഴുതി തയ്യാറാക്കിക്കോളും പ്രാഞ്ചിയേട്ടന്റെ ഇല്ലാത്ത ജീവചരിത്രം. പ്രസിദ്ധനായ ഹിസ്റ്റോറിയൻ പ്രൊഫസർ അച്യുത വാര്യർ. ഒരു ദക്ഷിണ കയ്യിൽ കരുതിക്കോളും. നമ്മൾ അദ്ദേഹത്തെ പോയി കാണും. ചോറിന് എത്രയാളാ ഉണ്ടാവാന്ന് നേരത്തെ പറയട്ടോ. ഈ സാധനം കൈ കിട്ടണ വരെ കുറെ ആളുകളുണ്ടാവും. നിങ്ങൾ സാധനം മേടിക്കോ, കയ്യിൽ വെക്കോ, എന്ത് വേണേ കഴിക്കോ. ഞാൻ ചോറിന്റെ കാര്യം മാത്രമേ ചോദിച്ചുള്ളൂ. എന്താ ചോറ്? അപ്പോ ഇയാൾക്കൊരു ജാതകം ഉണ്ടാക്കണം. ഹൈറാർക്കിയുടെ മുന്നിൽ പ്രസന്റ് ചെയ്ത വായിക്കണ ഏത് ഏഭ്യനെ കൊണ്ടും കേമെന്ന് പറയിപ്പിക്കാൻ കഴിയണ ഒന്ന്. ഒരുപാട് സഹായങ്ങൾ പലർക്കായിട്ട് ചെയ്തിട്ടുണ്ട്. കണക്കുള്ളതുണ്ട്. ഇതിന്റെ അകത്ത് മുഴുവനും അതിന്റെ രശീതിയും ബില്ലുകളാ. സഹായം ചെയ്തതിന് ബില്ലോ എന്നുവെച്ചാ ആശുപത്രി ചെലവ് നമ്മൾ കൊടുത്ത കേസുകളുണ്ട്. ബില്ലെന്ന് പറഞ്ഞാൽ അതിന്റെ 4 ഹാർട്ട് ഓപ്പറേഷൻ ഇയാള് ചെയ്തു എന്നല്ല, അതിന്റെ കാശ് കൊടുത്തു എന്നാ പറയണേ. വലിയ കോടീശ്വരനാണെങ്കിലും അതിന്റെ അഹങ്കാരം ഒന്നും ഇല്ലാത്ത ആളാ. പിന്നെ എഡ്യൂക്കേഷൻ കുറവായത് കൊണ്ട് അതിന്റെ എളിമ വേറെയുണ്ട്. വലിയ ശത്രുക്കളൊന്നുമില്ല. ഈ പത്മശ്രീ കിട്ടിയാലും ആരും ദോഷമൊന്നും പറയില്ല. അവനൊരു പാവല്ലേ, അവനത് മേടിച്ചോട്ടെ തൃശ്ശൂർക്കാര് പറയൂ. സത്യം അജയ് നമ്പ്യാരെ പറയൂ സാർ. സെന്റ് ഫ്രാൻസിസ് അസീസി നന്നെ ബാല്യത്തിലെ കടുത്ത ദീനാനുകമ്പ പ്രകടിപ്പിച്ചിരുന്ന ഒരു പുണ്യാത്മാവായി. ഈ പേരുകാരൻ പുണ്യാളന്റെ സ്വാധീനം കൊണ്ട് തന്നെയാണ് സഹജീവി സ്നേഹം നിറഞ്ഞ ഒരു ബാല്യമായിരുന്നു നമ്മുടെ അരിക്കച്ചവടക്കാരന്റെ. വഴിയരികിൽ കണ്ടുമുട്ടുന്ന യാചകരെയും നിരാലംബരായ യാത്രക്കാരെയും വീട്ടിൽ വിളിച്ചു കൊണ്ടുപോയി ആഹാരം കൊടുക്കുന്ന ദിട്ടിയായ ഫ്രാൻസിസ് അത്യുത്സാഹം കാണിച്ചിരുന്നു. ചൈൽഡ്ഹുഡ് അങ്ങനെ കുറെ ഇൻഷുറൻസ് കൊണ്ട് ബിൽഡ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ പറഞ്ഞത് സാർ ഇന്നലെ ഫോണിൽ പറഞ്ഞു സാമുദായിക മൈത്രി. അതെ, തൃശൂർ പൂരം എന്ന ഹൈന്ദവാഘോഷം തൃശൂർ പട്ടണത്തിന്റെ ഉത്സവമാക്കി മാറ്റി ഇവിടെയുള്ള ക്രിസ്ത്യൻ സമൂഹത്തിന്റെ കൂടെ പങ്കാളിത്തത്തോടെ അത് വർഷാവർഷം നടത്തുന്നതിൽ ഫ്രാൻസിസ് വഹിക്കുന്ന പങ്ക്. മതസൗഹാർദ്ദത്തിന് അത് നൽകുന്ന സംഭാവനയുടെ വലിപ്പം കേരളത്തിലെ പൊതുസമൂഹം അറിയുന്നേയില്ല. ചുരുക്കി പറഞ്ഞാൽ കൈയയച്ചു നൽകിയും സ്വസമുദായത്തിലെ സമ്പന്നന്മാരുടെ കയ്യിൽ നിന്ന് സ്വരൂപിച്ചു ഫ്രാൻസിസ് ഹൈന്ദവ സഹോദരന്മാർക്ക് പണം നൽകുന്നുണ്ട്. തിരുവമ്പാടിക്ക് കുട വാങ്ങാൻ ഒരു 10 ഉറുപ്പ്യ താത്താൻ. കുട വാങ്ങാൻ കാശില്ലെങ്കിലും നനഞ്ഞിട്ടുള്ളിൽ ഒരു ചേമ്പൽ വെട്ടി തലയിൽ വെക്കേ. 10,000 ഉറുപ്പ്യ തരുമെന്ന് ഞാൻ കമ്മിറ്റിക്കാരോട് പറഞ്ഞു. എന്നെ ചതിക്കരുത്. താരെന്തിനാണോ ഈ മറ്റുള്ളവരുടെ കയ്യിലെ കാശ് കണ്ട് ഓരോന്ന് ഏൽക്കാൻ നിൽക്കണേ? ആ യൂസഫിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ തന്നെ ഈ കുട മാറി മാറി കളിക്കണ എന്തിനാന്ന്? അതല്ലേ ഒരു ഭംഗിയുള്ളൂ. ഭംഗി. പിന്നെ മറ്റൊരു പോയിന്റ്, ബാബറി മസ്ജിദ്. ബാബറി മസ്ജിദ് പൊളിച്ച ഡിസംബർ 6-ന് തൃശൂരിലെ മുസ്ലിം സഹോദരന്മാർ തെങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശം ഊണും ഉറക്കവും ഉപേക്ഷിച്ച് ആശ്വാസവാക്കുകളുമായി അവർക്കൊപ്പമുണ്ടായിരുന്നു പ്രസ്തുത ഫ്രാൻസിസ്. ആയുധമെടുക്കരുത്, സമചിത്തതയാണ് നമുക്ക് വേണ്ടത് എന്ന് പറഞ്ഞ് അയാൾ അവരെ അനുനയിപ്പിച്ചു നിർത്തി അതുവഴി ഒരു വർഗീയ കലാപത്തിൽ നിന്ന് തൃശൂരിനെ രക്ഷിക്കുകയും ചെയ്തു. എന്താ ബാബുലയ, പള്ളി വിളിച്ചെന്നോ അമ്പലം കെട്ടിയെന്നോ ശ്രീരാമനോ ബാർബറോ എന്താ പ്രശ്നം? ടിവിയില് രാവിലെ തൊട്ട് കാട്ടുണ്ടല്ലോ. എവിടെയാണ് ഈ സ്ഥലം? അയോധ്യ എന്ന് പറയണേ, ഹിന്ദുക്കളുടെ കഥയിലൊക്കെ പറയണ അത് ശരിക്കുള്ള സ്ഥലം? ഒന്നുകൂടെ ഒഴിക്കണേ. ഇങ്ങനെ പോവും നമ്മുടെ അരിക്കച്ചവടക്കാരൻ പുണ്യാളനായ കഥ. ഗംഭീരായിട്ടുണ്ട്. ഡീറ്റെയിൽ ഡ്രാഫ്റ്റ് 2 ദിവസം കൊണ്ട് തരാം. മതി പ്രാഞ്ചേട്ടാ. ഇതൊരു ടോക്കനാണ്. സംഗതി ചെതറിച്ച കെട്ട് വേറെ വരും. ഇതങ്ങോട്ട് മേടിച്ചേ. അല്ല വാരമാഷെ, പത്മശ്രീ ഇങ്ങനെ തട്ടിപ്പീസായിട്ട് വാങ്ങണതും നേരായ മാർഗത്തിൽ കിട്ടണതും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവോ? അതിപ്പോ
അധ്വാനിക്കുന്നവന്റെ കയ്യിലായാലും മോഷ്ടാവിന്റെ കയ്യിലായാലും പണത്തിന് ഒരേ നിറവും രൂപമാണ്. പക്ഷേ ഒന്ന് മടിയിലിരിക്കുമ്പോ മനസ്സിന് സന്തോഷം ഉണ്ടാവും, മറ്റത് സൂക്ഷിക്കുന്ന നേരം മുഴുവൻ പേടി മാറില്ല. ഇത്രയും ലളിതായിട്ട് എനിക്ക് പറഞ്ഞുതരാൻ കഴിയും. 1.5 കോടി രൂപ ഒളരിപ്പള്ളിയുടെ കിഴക്ക് ഭാഗത്ത് 1 ഏക്കർ സ്ക്വയർ പ്ലോട്ടാ കയ്യിലിരുന്നേ. എന്തുകൂട്ട് ഒളരിപ്പള്ളി. ഇനി തേക്കിൻകാട് മൈതാനം പകുതി എഴുതി കിട്ടിന്ന് വെക്കി, അത് പത്മശ്രീക്ക് പകരാവോ ഫ്രാഞ്ചൈസ്? പിന്നെ സംഗതി നടന്ന ഞാൻ ഗുരുവായൂർ കൃഷ്ണനാട്ടം നേർന്നിട്ടുണ്ട്, അതിന്റെ കാശ് തരണട്ടാ. സംഗതി നടന്നില്ലെങ്കില് ഞാൻ എന്റെ താമസം കുറച്ചു കാലത്തേക്ക് വിയൂർക്ക് മാറ്റും. അവിടെ നിന്റെ അമ്മായിരെ വീടുണ്ടാ? തന്നെ കൊന്നിട്ട് എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുമോ? ജയിലിൽ കിടക്കണ്ടേ? അങ്ങനെ ഒരു ഡിസിഷൻ താൻ എടുത്തിട്ടുണ്ടെങ്കിൽ കൃഷ്ണാട്ടത്തിൽ നിൽക്കില്ല. കാനാടി ചാത്തിനൊരു പോത്തും കുട്ടനെയും കൂടി നേരെയാവും ബുദ്ധി. അത് വേണ്ടി വരും. ചോറിന് എത്ര ആളുണ്ടാവാന്ന് പറയണട്ടാ. എപ്പോ നിനക്ക് ഈ ഒരേ വിചാരേ ഉള്ളൂ, എപ്പോ നോക്കിയാൽ ഈ ഒറ്റ ചോദ്യം. എന്നാ പിന്നെ ഉച്ചക്ക് ചീട്ട് കളിക്കാൻ എത്ര ആളുണ്ടാവും ചോദിക്കാം. പപ്പിത്തുള്ള ഞാൻ ചുമരുമ്പോ തേക്കിട്ട ഞാൻ ഫ്രാഞ്ചൈസ്. എന്നെ ആ മാപ്പിളോട് കളിക്കണ്ടട്ടാ, അയലൊരു ഈട് മൂടില്ലാത്തവനാ. അല്ല ഇതിപ്പോ എവിടെ എത്തിക്കണ്ടേ? ഒരു വണ്ടി ഇങ്ങോട്ട് അയക്കാന്ന നമ്പ്യാർജി പറഞ്ഞു. ആള് വിളിക്കണ്ടല്ലോ. നമ്പ്യാർജി ഏതാ ആംബുലൻസോ? KL 312. നിന്റെ കഴിഞ്ഞല്ലോ ഗുരുവായൂരപ്പാ. 1.5 കോടി പോണ പോക്ക് കണ്ട എന്റെ കർത്താവേ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും മഹിമയുടെ അന്തിമ വിധി നാളിൽ. കർത്താവേ, നീ അണയുമ്പോൾ കരുണയോടെ എന്നെ നിർത്തണമേ. എന്റെ കർത്താവേ, നിന്നെ ഞാൻ ആശ്രയിക്കും. കർത്താവേ, നിൻ കുരിശിനെ ദശവടക്ക് അതൊരു കളറ് പരിപാടി ആയിരിക്കും. എന്നെ എന്റെ കുടുംബത്തിൽ ആരും ഇതുപോലെ മരിച്ചിട്ടില്ല, ഇനിയൊട്ടും മരിക്കൂല്ല. അതൊന്നും ആലോചിച്ചു പോയതാണേ. സുധാകരൻ, ജില്ലാ സെക്രട്ടറി. ഹലോ പ്രാഞ്ചേട്ടാ, നിങ്ങൾ നല്ല പാർട്ടിയാ. ആ പ്രശ്നം നമുക്ക് ഡീൽ ചെയ്ത് വിടായിരുന്നല്ലേ? നിങ്ങൾ ആ സുരേഷ് ബാബുവിനെ എന്തിനാ ഇടയ്ക്ക് കയറ്റിയത്? പാർട്ടിക്കും പിന്നെ എനിക്കും ഗുണം ഉണ്ടാവുമെങ്കിൽ പിന്നെന്താ പ്രശ്നം? സംഗതി നമുക്ക് പഠിച്ചൂടെ? സുധാര, ഇപ്പൊ നമുക്കൊരു കരിക്ക് കുടിക്കണം. 10 ഉറുപ്പ്യ കൊടുത്താ അത് നമ്മടെ ഉമ്മർത്ത് കൊണ്ടുതരാൻ ആളുണ്ടെങ്കിൽ നമ്മളെന്തിനാടാ തണുപ്പിട്ട് തെങ്ങുമേ കയറണേ? മനസ്സിലായില്ല. മനസ്സിലാക്കാൻ നിന്റെ പാർട്ടിക്കാരെ പോലെ തന്നെ നിനക്കും കുറച്ച് ടൈം എടുക്കും. അതിലെനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. സുധാര, നീ ഫോൺ വെച്ചേ. അതെ, എന്റെ പേര് പോയിരിക്കണ ഛത്തീസ്ഗഡ് സ്റ്റേറ്റ് ലിസ്റ്റിലാ. 50 രൂപ വിലയുള്ള മുതലാ, താഴെയിട്ട് പൊട്ടിക്കരുത്. അതെ, അതെ, ഈ പത്മശ്രീ കിട്ടിക്കഴിഞ്ഞ തരത്തിൽ ടിവിയിലൊക്കെ വന്നതിന് ശേഷം ഇങ്ങോട്ട് വന്നാ മതിയായിരുന്നു. ഇന്ന് ടിവിയിൽ വാർത്ത വരുമ്പോ ഒന്നും അറിയാത്തവരെ പോലെ നമ്മളും ഇവരുടെ കൂട്ടത്തിൽ ഉണ്ടാവണം. അതല്ലേ അതിന്റെ പത്രാസ്. നീ വന്നേ ഇതങ്ങോട്ട് മാറ്റിക്കോ. പ്രാഞ്ചേട്ടന്റെ ഡൊണേഷൻ എന്താ പ്രാഞ്ചേട്ട കോള്? ഇലക്ഷനിൽ തോറ്റന്റെ ഒരു സന്തോഷടാ. മാത്രല്ല പ്രാഞ്ചിയുടെ വക ഒരു പാർട്ടി ഉണ്ട്. ഇന്ന് ഡ്രിങ്ക്സിന്റെ ബില്ല് ആരും കൊടുക്കണ്ടേട്ടാ, എന്റെ വക ഫ്രീ. എല്ലാരും വയറിന് അറച്ചടിച്ചോളൂട്ടോ. അതൊക്കെ എല്ലാ സെറ്റപ്പും ഓക്കെയാണ്. ടിവിയിൽ ന്യൂസ് വന്നത് ഞാൻ മേനോൻ സാർ എന്റെ നമ്പറിലേക്ക് നേരം വിളിച്ചായിട്ട് ഇതേവരെ തൊട്ടിട്ടില്ല. എന്റെ ന്യൂസ് ഒന്ന് അറിഞ്ഞിട്ട് വേണം ഐശ്വര്യ തുടങ്ങി വെക്കാൻ. ആ ടിവിയുടെ ഓളി ഒന്ന് കൂട്ടിയരാ. എന്തുട്ട് ന്യൂസ്? നീ വല്ല പാട്ട് വെക്കടാ. ന്യൂസിലല്ലോടൊന്ന് പറയാ. അറിയാടാ, ആക്ടിങ് അല്ല എന്റെ. വേണമെങ്കിൽ ന്യൂസ് വെച്ചോ, നാളെ വല്ല ഹർത്താലുണ്ടോന്ന് അറിയാലോ. ഇരിക്കണം കക്ഷി, ആ ഗോൾഡൻ ഗ്ലാസ് വെച്ച വൈറ്റ് ഷർട്ടുകാരൻ. I'll introduce him later. ഈ തിരക്കും ബഹളമൊക്കെ കഴിയട്ടെ, അതുവരെ നമുക്ക് ലേഡീസ് റെക്രിയേഷൻ റൂമിൽ ഇരിക്കാം. ന്യൂസ് ഒന്ന് കേക്കട്ടെ. ഈ ഉതുപ്പേട്ടനെ എന്തുട്ടാ പറ്റിയേ? കണ്ണി കണ്ടോടത്ത് കള്ളു പിടിച്ചിരിക്കുന്ന ആള് ഇന്നെന്താ ടിവിയുടെ മുമ്പിൽ? എന്റെ നെഞ്ചിൽ പാണ്ടിയും പഞ്ചാരി ഒരുമിച്ച കൊട്ടണേ. എന്താടാ ന്യൂസ്? നമസ്കാരം. പ്രധാന വാർത്തകൾ. രാജ്യം നാളെ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നു. പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. 7 മലയാളികൾക്ക് പുരസ്കാരം. രാജ്യം നാളെ റിപ്പബ്ലിക് ദിന ആഘോഷത്തിലേക്ക്. ആഘോഷങ്ങൾക്ക് മുന്നോടിയായി പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. പുരസ്കാരം ലഭിച്ചവരിൽ 7 മലയാളികളും. പ്രമുഖ ഗാന്ധിയൻ സർവോദയം കൃഷ്ണപിള്ള, കഥകളി ആചാര്യൻ ചമ്പക്കുളം രാമപൊതുവാൾ എന്നിവർക്ക് പത്മവിഭൂഷൺ. മലയാളി ശാസ്ത്രജ്ഞൻ അമീൻ മുഹമ്മദിന് പത്മഭൂഷണം ലഭിച്ചു. ആയുർവേദ ഭിക്ഷക്കുരൻ തെക്കേമഠം ശ്രീധരൻ നമ്പൂതിരി, സാമൂഹിക പ്രവർത്തക ഗീത ദാമോദര മേനോൻ, വ്യവസായികളായ മധു പിള്ള, സ്റ്റീഫൻ ജോണി കുഴിപ്പറമ്പിൽ എന്നിവർക്ക് പത്മശ്രീ നൽകിയും രാജ്യം ആദരിച്ചു.
ജമ്മു കശ്മീരിലെ കുപ്വാരയിൽ തീവ്രവാദികളോട് പോരാടി വീരമൃത്യു വരിച്ച ധീര ജവാന്മാരെ അനുസ്മരിച്ച് രാഷ്ട്രപതി പ്രതിഭ പാട്ടീൽ റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. ഭീകരവാദവും അഴിമതിയും ഇല്ലായ്മത് രാജ്യത്തിന്റെ സാമ്പത്തിക കുതിപ്പ് നിലനിർത്തണമെന്ന് രാജ്യത്തോടായി രാഷ്ട്രപതി ആഹ്വാനം ചെയ്തു. മാവോയിസ്റ്റുകൾ സ്ഥാപിച്ച കുഴിബോംബ് പൊട്ടി മലയാളിയായ സുബൈദാർ മേജർ EC ഫ്രാൻസിസ് കൊല്ലപ്പെട്ടു. പിന്നെന്താ പറയാ, വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങണ്ടായി. തൃശ്ശൂർ ടൗണിലേക്ക് ഇറങ്ങിയ പത്മശ്രീ ആരെങ്കിലും വിളിക്കണ്ടോന്നൊരു തോന്നല്, വെറുതെ ആരെങ്കിലും നമ്മളെ നോക്കി ചിരിക്കണ്ടോന്നൊരു ഡൗട്ട്, കൂട്ടുകാരും കാണണ്ടെന്ന് വെച്ചു. മൊത്തത്തിലൊരു കട്ടിങ്. കുടിച്ചിട്ട് പൊതിച്ച് കിടന്നോ? ആ പനിക്കോൾ അങ്ങോട്ട് പോകും. ഫോൺ എടുക്ക്. ആരാച്ചാലും ഞാൻ ഇവിടെ ഇല്ലാന്ന് പറയട്ടാ. മൊബൈൽ ഓഫിലിടാൻ പറഞ്ഞിട്ടില്ല യൂസഫിനോട്. ഹലോ, അത് പത്മശ്രീന്റെ അമ്മയുടെ നായര്. ഈയപ്പനോട് കളിക്കല്ലേ? നീ ആരാന്ന് പറയടാ. നിന്നെ സെമിത്തേരിയിൽ കെട്ട ഓർക്കില്ലാട്ടാ. ആരാ? ഇതിപ്പോ രാവിലെ തുടങ്ങിയതാ. പത്മശ്രീ ഫ്രാൻസിസ് സാർ ഉണ്ടോ? പത്മശ്രീ ഫ്രാൻസിസ് സാറിനെ ഒന്ന് കിട്ടുമോ? പത്മശ്രീ ഫ്രാൻസിസ് സാറിനെ ഒന്ന് കാണാൻ പറ്റുമോ? ഇങ്ങോട്ട് വന്നാ പത്മശ്രീ ഒന്ന് കാട്ടി തരുമോ? ഇങ്ങോട്ട് വരട്ടെ, കാട്ടി കൊടുക്കാൻ ഞാൻ. ആരാ? പത്മശ്രീ. ആരെ? പത്മശ്രീ. കളിച്ച് കളിച്ച് പരക്കാത്ത അവന്റെ അമ്മയുടെ ഒരു പത്മശ്രീ. എന്തായാലും മുറ്റത്ത് കിടത്തണ്ട. ഈ സൈഡ് ഞാൻ നീ ഏൽക്കണ്ട, പോയടാ. മോളെ എന്താ പറ്റിയത്? മോളാ? ആര്? നിന്റെ മോളാ? നിനക്ക് ഇത്ര വലിയ മോളാ? വിചാരിച്ചിട്ടാ അതിന് സമ്മതിക്കില്ലേ? എന്തുട്ടാവോ? പെണ്ണുങ്ങള് വീഴ്ത്തെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ വീഴ്ത്തണത് ആദ്യമായിട്ട് കാണുക. എന്തായാലും നല്ല കുട്ടിയാ. നല്ല വെയിറ്റാ. കാണണമല്ല. കുട്ടിയെ കുട്ടിയെ കണ്ണൂർ കുട്ടിയെ പ്രാഞ്ചേട്ടനൊന്ന് നോക്ക്. അതിന് ബോധം വന്നാലേ ചോദിക്കാൻ പറ്റുള്ളൂ. അപ്പം ബോധം വന്നില്ലെങ്കിൽ ഒരു ജാതി കോപ്പിലെ വർത്താനം പറയലട്ടാ. എവിടെ ഫോണ്? അതേലേ, എന്റെ അറിയില്ല. നീയെ കുറച്ച് വെള്ളെടുത്തേ. ഹലോ പ്രാഞ്ചി, ആരാ? ഞാനാടാ. നിന്റെ ശബ്ദം വല്ലാതിരിക്കണേ. പപ്പി എവിടെ? ആരാ? പത്മശ്രീ. അവളുടെ ഫോണല്ലേ ഇത്? ഓ, ആ കുട്ടി ഒന്ന് വീണു. വീട്? നീ ഫോൺ നോർത്തേ. വീണിട്ടില്ല. എന്തൊക്കെയാ താനീ പറയണേ? ഞാൻ അങ്ങോട്ട് വരാം. ഓ, അതായിരിക്കും നല്ലത്. ജോസ് ഡോക്ടറല്ലേ? അതെ. ആരാണ്? അതെ, സംശയാസ്പദമായ സാഹചര്യത്തിലെ നിങ്ങളുടെ ഭാര്യ ഉണ്ടല്ലോ, ഓമന ഡോക്ടറെ, അരിപ്രാഞ്ചിയുടെ വീട്ടിലേക്ക് കയറി പോണല്ലോ. അവൾ എന്നോട് പറഞ്ഞിട്ടാണ് തെണ്ടി പോയെ. നീ ഫോൺ വെച്ചിട്ട് പോയടാ. മംഗലക്കാന്ന് വെച്ചാ അതിന് സമ്മതിക്കില്ലേ? ഭാര്യനെ വിശ്വാസമുള്ള കുറെ തെണ്ടികൾ ഇറങ്ങിയിട്ടുണ്ട്. ഒരു ചവിട്ടിന്റെ ബോധം പോണെങ്കില് അത് നല്ല ഫസ്റ്റ് ക്ലാസ് ചവിട്ടാണല്ലോ. ആരാ ചവിട്ടിയത്? ഈയപ്പാ. ഞാനല്ല. നീയല്ലേ? ഈയപ്പ നീയല്ലേ? നീ എന്നെ ഞാനാവണമെങ്കിൽ ഞാനാവാം. പത്മശ്രീ എന്ന് പറഞ്ഞതും വാതിൽ തുറന്ന് ചവിട്ടാന്ന് പറഞ്ഞ പത്മശ്രീ കിട്ടാത്തന്റെ ദേഷ്യം തീർത്താണോ പ്രാഞ്ചി? അതിപ്പോ കാലത്ത് തൊട്ട് തുടങ്ങിയതാ. ഫോണിൽ വിളിച്ചിട്ട് പത്മശ്രീ ഉണ്ടോ എടുക്കാൻ, പത്മശ്രീ ഉണ്ടോ തിന്നാന്നൊക്കെ. അങ്ങോട്ട് വന്ന പത്മശ്രീ കാട്ടി തരൂ. ആ, എന്റെ അറിവില് ഈ കേരളത്തിൽ പത്മശ്രീ ആർക്കും പേരില്ല. അതിപ്പോ ഉമ്മൻചാണ്ടിന്ന് പേരുള്ള രണ്ടാമതൊരാളെ താൻ കേട്ടിട്ടുണ്ടോ കേരളത്തില്? അത് ശരിയാണല്ലോ. ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞിട്ട് ഒറ്റ ആളുള്ളൂ. അതുപോലെ തന്നെ ഇതും. അപ്പൊ എന്തേ പത്മശ്രീ വന്നേ? ഞാൻ തൃശ്ശൂർക്കാരിന്നെയാ. ഇപ്പൊ വന്നത് എന്റെ പെയിന്റിങ്സിന്റെ ഒരു എക്സിബിഷൻ ഇവിടെ ആർട്ട് ഗാലറിയിൽ. അത് പ്രാഞ്ചേട്ടനൊന്ന് ഉദ്ഘാടിച്ചു തരണം. ഉദ്ഘാടന? ഞാനാ? പെയിന്റിങ്സാ? ഓമനെ എന്ത് വേണം? എന്ന് വേണം ചോദിച്ചാ മറ്റന്നാൾ. എന്ന് വേണമെന്നല്ല, എന്ത് വേണമെന്ന്. ഡൊണേഷനെ, അതിനല്ലേ ഉദ്ഘാടന റോള്. സിംഗിൾ മണി ഡൊണേഷൻ കരുത വാങ്ങില്ല. പിന്നെ എന്തുണ്ടാ? ഞാൻ അന്വേഷിച്ചു. ഒരുപാട് ചാരിറ്റി ഇടപാടുകൾക്ക് പ്രാഞ്ചേട്ടൻ ഡൊണേഷൻക്കാറുണ്ട്. പക്ഷെ എവിടെയും പ്രാഞ്ചേട്ടന്റെ പേര് വരാം. ഞാൻ പറയാറുണ്ടെന്നേ കൊടുക്കാൻ, ചെയ്യാറില്ല. That's the hard truth. ഈ ഓട്ടിസം രോഗം വന്ന കുട്ടികൾക്ക് വേണ്ടി ഫംഗ്ഷൻ ചെയ്യുന്ന ഓർഗനൈസേഷന് കൊടുക്കാനാ ഈ പെയിന്റിങ്സ് വിറ്റ് കിട്ടുന്ന കാശ്. ഞാനാ തന്നെ റെക്കമെൻഡ് ചെയ്തത്. ഒന്ന് സമ്മതിക്കടി. ഇതിനിപ്പോ സിനിമാക്കാരെയോ പ്രസംഗ ശിംഗങ്ങളെയോ ഒന്നും കിട്ടാഞ്ഞിട്ടല്ല, പ്രാഞ്ചേട്ടൻ മതി. അത് ഞാൻ തരും. പ്രസംഗിക്കാൻ പറയതേ, പ്രസംഗം ഞാൻ നിർത്തി. അതേതായാലും നന്നായി. പൂരങ്ങളുടെ മാറ്റുവിൻ ചട്ടുകങ്ങളെ. ഒരു റിബൺ, ഒരു കത്രിക, ഒരു കട്ടാക്കട്ട്, അത്രേ ഉള്ളൂ പെരുന്നാള്. എടാ യൂസഫേ, വല്ലതും പിടികിട്ടിയ? ഭയങ്കര അർത്ഥമായതിനൊക്കെ. എന്തുട്ടാ തട്ടിപ്പ് പരിപാടി പ്രാഞ്ചേട്ടാ? മര്യാദക്ക് ഒരാളുടെ രൂപം വരയ്ക്കാൻ അറിയാത്തരാ ഈ ജാതിയായിട്ടും വരച്ചുണ്ടാക്കണത്. എന്തൊരു വില ഓരോന്നിനും. പേടിക്കണ്ട. എന്തുട്ടിതാ നമ്മുടെ ചേറ്റുകൂടിയിലെ ലാസറേറ്റ് നന്നായിട്ട് സീനറി വരും. അത് മേടിച്ച പാവത്തിനൊരു ഉപകാരവും. നമ്മളെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ച നിലയ്ക്ക് നമ്മൾ എന്തെങ്കിലും മേടിച്ചില്ലെങ്കിൽ മോശമല്ലടാ. ഒരു മോശമില്ല. അങ്ങനെ പ്രാഞ്ചേട്ടന് വിൽക്കാൻ ഇവിടെ പെയിന്റിങ്സും ഇല്ല. വിസിറ്റേഴ്സ് ബുക്കിൽ ഒരു അഭിപ്രായം എഴുതിയിട്ടാ മാത്രം മതി. ഒന്നും എഴുതാനില്ല, സംഭവം കാലൊക്കെയുണ്ട്.
ഈ പത്മശ്രീ എന്ന് പറയണതേ പെട്ടെന്ന് അങ്ങനെ ആർക്കും ഇന്ത്യയിൽ കിട്ടിയ ചരിത്രം ഇല്ല. നമ്മൾ ഇപ്പൊ ഒരു ശ്രമം നടത്തി, ഇനി അടുത്ത തവണ നമുക്ക് ഒന്നുകൂടി ശ്രമിക്കാം. കിട്ടുന്നത് വരെ ശ്രമിക്കും. നീ ഇങ്ങനെ കോംപ്ലക്സ് അടിച്ച് വീട്ടിൽ ഇങ്ങനെ ചടഞ്ഞു കൂടി ഇരിക്കേണ്ട ഒരു കാര്യമില്ലട്ടാ. നിന്റെ ടൈം തെളിഞ്ഞൂടാ. ഞാൻ വന്നത് അത് പറയാനല്ല. നിനക്ക് ഷെവലിയാർ വേണോ? ഷെവലിയാർ പട്ടം 10ന്റെ കാശ് മുടക്കണ്ട, കിട്ടാൻ വകുപ്പുണ്ട്. കിട്ടുമോ? കിട്ടുന്നല്ല, കിട്ടി ഞങ്ങൾ വെച്ചോ. ഞാൻ പകലടിക്കില്ലാട്ടോ. ഞാനടിക്കടോ. എനിക്ക് വേറെ ചില കാര്യങ്ങളോട് പറയാനുണ്ട്. പ്രാഞ്ചി, ഒരു ക്രിസ്ത്യാനി ഒരു മേനെ തല്ലിയതായിട്ട് ഞാൻ എടുക്കണില്ല. ഒരു കൂട്ടുകാരനെ തല്ലി, അത്രേ ഉള്ളൂ. വേറെ പട്ടിയുടെ പോലെ നിനക്ക് പത്മശ്രീ കിട്ടാണ്ട് പോയത്. അല്ല, എങ്ങനെയുണ്ട് കച്ചവടം? ഉദ്ഘാടനത്തിന്റെ രാശി കാണുന്നുണ്ടോ? ഇതൊന്ന് പിടിച്ചേ. സംഗതി മേപ്പെട്ട പോയില്ലേ? ഗംഭീര സെയില. കച്ചവടം അതിപ്പോ ഉണക്കച്ചമീനായാലും ശരി, പെയിന്റിങ്സ് ആയാലും ശരി, നമ്മൾ തൊട്ട കളർ കിട്ടോ. അല്ല, ഇതെന്താ സംഭവം? ബാക്കിയൊന്നും അല്ല, റാഞ്ചേട്ടന് ഒരു ഗിഫ്റ്റ്. അത് പൊളിച്ചുട്ടോ. എങ്ങനെയുണ്ട്? കളറായോ? കളറല്ലല്ലോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലേ? ഈപ്പേട്ടാ, നിങ്ങളുടെ മുതലാളിയുടെ അപ്പന് നാടക കമ്പനി ഉണ്ടായിരുന്നു. എന്റെ അറിവിൽ അരിക്കച്ചവടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തേ? അല്ല, ഈ കർട്ടൻസ് കണ്ടുവച്ചതാ. കർട്ടൻസ് മാത്രല്ല, പൊതുവെ ടേസ്റ്റ് ചീപ്പാ. സംഭവം ക്ലാസ് ആയിട്ടാ. ക്ലാസ് ആക്കണോ വീട് മുഴുവൻ? ആക്കിക്കോ. അപ്പൊ കാശ് ഇറക്കേണ്ടി വരും. ഇറക്കാലോ, അനക്കല്ലേ ക്യാഷ്. ഹലോ, പാവം. ഇവിടെയുള്ള അവളുടെ തറവാടിന്റെ ഒരു പ്രശ്ന. അവളുടെ അമ്മയുടെ ചേട്ടന്റെയും ചേച്ചിയുടെയും മക്കൾക്കത് വിറ്റ് അവരുടെ ഷെയർ വേണം. ജനിച്ച് വളർന്ന വീടിനോടുള്ള സെന്റിമെന്റ്സ്, പിന്നെ അവളുടെ അച്ഛനെയും അമ്മയും അടക്കിയതും ആ പുരയിടത്ത്. അതിന് ആ ഷെയറും കൂടെ ഇങ്ങോട്ട് മേടിച്ചാ പോരെ? അതിന് അവളുടെ കയ്യിൽ ക്യാഷ് വേണ്ടേ? ഏതോ ഒരു പ്രോപ്പർട്ടി വിൽക്കാനുണ്ട്. അതിന് ചില പ്രോബ്ലംസ്. മൂന്നാമത്തെ വീട് ആരാ പപ്പി? ഏതോ ഒരു ഫ്രാൻസിസ്, ഐ തിങ്ക് വീട് നോക്കാൻ വരുവാൻ തോന്നുന്നു. ഇത് മുടക്കാൻ ഒന്നും എഴുന്നള്ളിക്കാൻ വരല്ലേ പ്ലീസ്. ഇത്രയും കാലം ഞങ്ങൾ നീ പറഞ്ഞത് കേട്ടു. നിനക്ക് ഈ വീട് റീറ്റെയിൻ ചെയ്യണം, ഞങ്ങളുടെ ഷെയർ നീ തരാമെന്നും നിനക്കതിന് കഴിഞ്ഞില്ലല്ലോ. അതിനെ കൊണ്ടുണ്ടായ ലോസ് ഒന്നും പറയാതിരിക്കാ ഭേദം. സമയത്തിന് വിറ്റാ കാശ് കിട്ടിയിരുന്നെങ്കിൽ. ഞാനൊന്നും പറയുന്നില്ല, എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. എന്താടോ? പ്രാഞ്ചിയായിട്ട് വന്നിട്ടുണ്ട്. എങ്ങനെ അവൻ പുള്ളി ഇത് ഡീൽ ചെയ്യാ? അട്ടയുടെ കണ്ണ് കണ്ടവൻ പറയും. അതാ കച്ചവടത്തിൽ പ്രാഞ്ചി. You just leave it to him. He knows how to play the cards. ഞാൻ ആകെ ടെൻസ്ഡ് ആണ്. ഹലോ, ഞാനാ. ഇത് എവിടെ പോയേ? ഞാൻ അവിടെ ഇരുന്നാൽ അത് വേണ്ടെന്ന്. അത് ശരിയാവില്ല. ഒന്നിങ്ങോട്ട് വായോ, എന്നിട്ട് പത്മശ്രീയുടെ ഭാഗം വിൽക്കാൻ തയ്യാറല്ല ഉറപ്പിച്ച് അങ്ങോട്ട് പറയാം. ബാക്കി കളി ഞാൻ കളിക്കും. വില സലാവുദ്ദീൻ പറഞ്ഞ വില തന്നെ. വക്ക് പൊട്ടാണ്ടായ ക്യാഷ് ഞാനാണ് തരും. പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഈ കൂട്ടുകുടുംബ സെറ്റപ്പ് എന്ന് പറഞ്ഞാ ഞാനത് കുറെ ഡീൽ ചെയ്തിട്ടുള്ളതാ. ഇപ്പൊ നമ്മളൊരു സ്ഥലം കണ്ട് വില ഉറപ്പിച്ചു, അഡ്വാൻസ് അപേക്ഷിച്ചു. അപ്പൊ ദാ വരുന്നു, ഒരു പാർട്ടിന്റെ ഭാഗം വിൽക്കണില്ല എന്ന് പറഞ്ഞു ഒരു കോടാലി എടുത്ത് എറിയും ആ ഇടപാടിന്റെ ഉള്ളിൽ. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വല്ലത് ഇവിടെ ഉണ്ടോ? അതാണ് എനിക്ക് ക്ലിയർ ആവണ്ടേ. എന്താ ഉദുപ്പേട്ട? അത് കറക്റ്റ്. അല്ല മേന്നെ, നിങ്ങളൊക്കെ ആങ്ങളുടെയും പെങ്ങളുടെയും മക്കളാണ്. ഇൻബിറ്റ്വീൻ എന്തുണ്ടെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടാ? ഇല്ല, എന്റെ ഷെയർ വിൽക്കാൻ ഞാൻ റെഡിയല്ല. ഇതാരത്? ആ ക്രാവിന്റെ പ്രശ്നം ഒന്നും കേക്കണട്ടാ. ഞാൻ പറഞ്ഞോളൂ കോടാലി വന്നു. ആ കുട്ടി പറയട്ടെ മേന്നെ. ഒബ്ജക്ഷൻ ഉണ്ട്. ദാ കളഞ്ഞു പൂശാരി കാവടി. എന്ത് ചെയ്യും? നമുക്ക് പോവാടാ പ്രാഞ്ചി, അല്ലാതെ എന്തുട്ടമ്മള് ചെയ്യാ? പ്ലീസ് പോവരുത്. ആൾക്ക് എത്ര ഷെയർ ഉണ്ട്? 1/3, 1/3. എനിക്കും എന്റെ ബ്രദറിനും കൂടെ ഒരു ഷെയർ, പിന്നെ ചിന്നനും ജയിക്കും കൂടി മറ്റൊന്ന്. ഓക്കെ, അപ്പൊ മൊത്തം വില സലാവുദ്ദീൻ പറഞ്ഞ പ്രകാരമാണെങ്കിൽ 3,75,00,000 ഉറുപ്പ്യ. അതിൽ ഇയാൾക്ക് 1,25,00,000 അവകാശമുണ്ട്. നിങ്ങൾ 4 പേരുടെയും കൂടി 2.5 കോടി ഞാൻ അങ്ങോട്ട് തരികയെന്ന് വെക്ക. നിങ്ങൾ നിങ്ങളുടെ അവകാശം എനിക്ക് ഇങ്ങോട്ട് എഴുതി തരിക. എന്നെ കളി ഞാനും ഈ കിടാവും തമ്മിലാവുമല്ലോ. നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാഷ് മേടിച്ചിട്ട് ഇന്ത്യ വിട്ട് മദ്രാസ്കോ മൈസൂർക്കോ പെനാങ്കോ ഒക്കെ പോകാലോ മേനോമാരെ. ഐ തിങ്ക് ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല, നമുക്കതങ്ങ് ഫിക്സ് ചെയ്യാം. ഞാൻ റെഡിയാ. ഞാനും അതെ. അതൊന്ന് എഴുതിക്കണം, എന്നിട്ട് കൊടുക്കാം. നീ ഒരു 1 സൈഡ് ചെക്ക് എഴുത്, അത് അഡ്വാൻസ്. ബാക്കി എഴുത്തൂത്ത് കഴിഞ്ഞിട്ട് കൈയോടെ. ശരി. നമ്മളുടെ പേരെന്താന്ന് പറഞ്ഞേ? പത്മശ്രീ. സംഭവം പേരാണല്ലോ. നമുക്കൊന്ന് കാണണട്ടാ. നമ്മുടെ അൽസി നാളെ ലീവാട്ടാ. അവളെ കുറിച്ചുള്ള നിന്റെ ഒരു അഭിപ്രായം എന്താ? പിന്നെ അവൾക്ക് ആ ഡ്രൈവർ സൂപ്പറിനുമായിട്ട് ചില കുശുശുക്കളുണ്ട്. അവൻ ആള് വൃത്തിയോട്ടോനാ. നമ്മുടെ സൂപ്പറിന് കഴിഞ്ഞ ദിവസം അടുക്കള ഒരു ചിരി കളി ചെന്ന് നോക്കുമ്പോൾ അവള് കയ്യിലും തെറുത്ത് കയറ്റി നിന്ന് തേങ്ങ പൊതിച്ചു പൊട്ടി അവനും ഓടിച്ചു. ഞാൻ ആരുടെ കാര്യം പറഞ്ഞേ? നമ്മുടെ ജോലിക്കാരി അൽസിയുടെ കാര്യം തന്നെയാ പറയണേ. ഞാൻ പത്മശ്രീയുടെ കാര്യടാ ചോദിച്ചേ. എന്താ നിന്റെ അഭിപ്രായം? എന്റെ കർത്താവേ, അത് ചന്ദനക്കോടല്ലേ? എനിക്ക് അവളോടൊന്ന് പറയണല്ലടാ, എനിക്ക് അവളെ ഇഷ്ടമാണെന്ന്.
എന്നാ വെച്ച് വഹിക്കണ്ടട്ടാ. ഈ കിടാവ് വരാൻ വേണ്ടി ലേറ്റ് ആയതാവും പ്രാഞ്ചേട്ടനെ കെട്ട്. എങ്ങനെ ചോദിക്കും? എന്റെ മുഖം തൂക്കി റിഹേഴ്സൽ ഇടും. എന്റെ മോന്തയ്ക്ക് നോക്കിയിട്ട് ചോദിക്കാൻ പറ്റിയ ഒരേ ഒരു കാര്യമുള്ളൂ, നരകത്തിലേക്ക് ഇവിടുന്ന് ലെഫ്റ്റോ റൈറ്റോ അതോ നേരെ പോകണം. പത്മശ്രീ കിട്ടാൻ വേണ്ടി സകല കളിയും കളിച്ച് കയ്യിലെ കാശും പോയി തോറ്റ് പാളീസായി നിൽക്കണ നേരത്താ ഞാൻ കുട്ടി ആദ്യമായിട്ട് കാണണേ. ജീവനിലൊരു പത്മശ്രീനെ എന്റെ മുന്നിലേക്ക് ഫ്രാൻസിസ് പുണ്യാളം കൊണ്ട് നിർത്തിയ പോലെ എനിക്ക് തോന്നി. അപ്പൊ ഞാൻ എന്താ പറയണ്ടേ? നീ ഒന്നും പറയണ്ട, ഞാൻ ഫുള്ള് പറഞ്ഞു കഴിഞ്ഞിട്ട് നീ ഒന്ന് തല ഉലിക്കാ മതി, ഡയലോഗ് വേണ്ട. ഒന്ന് വേഗം ആവണട്ടാ, എനിക്ക് അടുക്കളയിൽ പണിയുണ്ട്. അപ്പൊ പറയൂ, എഡ്യൂക്കേഷൻ തീരെ ഇല്ലാത്ത ഒരു ബിസിനസ്സുകാരനെ വിവാഹം കഴിക്കാൻ കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാവും? ഇല്ല. ഞാൻ ഇങ്ങനൊന്നും അല്ല പറയാൻ പോണേ. ഞാൻ എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയാ. എനിക്ക് ആരും കാണാണ്ട് കാര്യം പറയണ്ടായിരുന്നു. പറയൂ. അതത് എന്റെ കസിൻസിന് പ്രാഞ്ചേട്ടൻ കൊടുത്ത 2.5 ക്രോസിന് എന്റെ പേഴ്സണൽ അക്കൗണ്ടിന്റെ ചെക്ക്. പിന്നെ ഞാൻ അത്രയും എമൗണ്ട് പ്രാഞ്ചേട്ടന് തരാനുണ്ട് ഒരു ബോണ്ട് പേപ്പറിൽ എഴുതി ഞാൻ സൈൻ ചെയ്തു. ഓരോ റപ്പ്. ഞാൻ ചോദിച്ചില്ലല്ലോ. പക്ഷെ അവരുടെ ഷെയർ പ്രാഞ്ചേട്ടൻ എഴുതി വാങ്ങി എന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തത് ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിച്ചിട്ടല്ലേ. ആ കടം ഞാൻ വീട്ടും വരെ ഒരു ഗ്യാരണ്ടി ആയിട്ട് ഇത് കൈവെക്കണം. കാതിലെ കമ്മലും പാദസരം വരെ വിറ്റ് ഞാനും ആ അറുമുഖനും കൂടി 50-50 ആയിട്ട് ഒരു ഫ്ലാറ്റ് വാങ്ങി. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആ കഴുത മോറിന്റെ റിയൽ കളർ കണ്ടത്. ഒരു തരത്തിലും കൂടെ പൊറപ്പിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പോ നീട്ടി ഒരു ഗുഡ് ബൈ പറഞ്ഞു. പക്ഷെ എന്താ ചെയ്യാ, പിരിഞ്ഞതിന്റെ ദേഷ്യം കൊണ്ട് ഇപ്പൊ ആ ഫ്ലാറ്റ് വെക്കാൻ അവൻ സമ്മതിക്കുന്നില്ല. ഫ്ലാറ്റ് വിറ്റാ ഞാൻ പ്രാഞ്ചേട്ടന്റെ കടം പക്കൊടിയേണ്ട ഫുള്ളായിട്ട് വീട്ടു. ഇൻവെസ്റ്റ്മെന്റിന്റെ 6 ഇരട്ടിയാ ഇപ്പൊ പറയണ വില. വാങ്ങാൻ ആളുണ്ട്. ഒരു വലിയ നന്ദി നിങ്ങളോട് പറയാനുണ്ട്. പണം തന്നെ എന്നെ സഹായിച്ചതിനല്ല, നിങ്ങൾ എന്നോട് 2 വാക്കിൽ പ്രപ്പോസ് ചെയ്തില്ല എന്നുള്ളത് കൊണ്ട്. എനിക്ക് ഇഷ്ടമാണ് നിന്നെ എന്നോ മറ്റോ നിങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ എന്തൊരു ബോറാകുമായിരുന്നെന്നറിയോ. ഒരു പുരുഷൻ തന്ന ടോർച്ചർ തന്നെ മതി ഈ ജീവിതം മുഴുവൻ ഓർത്ത് കരയാൻ. ഞാൻ ഇറങ്ങട്ടെ, ഇനി പറയാൻ തുടങ്ങിയ ബോറാവും. ബൈ. അല്ല, പ്രാഞ്ചേട്ടൻ എന്നോട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ. അതാ പ്രോപ്പർട്ടിയുടെ കാര്യം അല്ലേ? അല്ല. പിന്നെ അത് ഇങ്ങ് പോരട്ടെ. അതേന്ന് ഇങ്ങ് പോരെ. ഇനി ഞാൻ മറച്ചു വെക്കണ്ടേ. പിന്നിൽ നിന്ന് ചവിട്ടിയത് ഈയപ്പനല്ല, ഞാനാ. അതാണോ? അതെനിക്ക് അന്നേ അറിയായിരുന്നു. വരട്ടെ. ഒന്ന് മോഹിപ്പിച്ചിട്ട് അവളാ പോയി. ഞാനൊന്നും കൂടി ഒതുങ്ങിന്ന് പറഞ്ഞാ മതിയല്ലോ. താങ്ക് യു. അങ്ങനെ ഇരിക്കുമ്പോഴാ ആന്റി മാഷ് വീട്ടിലേക്കൊന്ന് പോയെ. അതൊരു ടേണിംഗ് ആയിട്ടാ. ഏയ്, മനസ്സമാധാനം കിട്ടാൻ വേണ്ടി ബൈബിള് തുറന്ന ദാ കിടക്കണം അവിടെ ലവ് സ്റ്റോറി. സാർ ചെട്ടിയോ? അവള് ചെട്ടിക്കാട് പള്ളിയിലേക്ക് പഠിക്കും. 5 കൊല്ലം മുമ്പ് ഞാൻ അച്ഛമ്മായിട്ട് ജോയിൻ ചെയ്യണേ. അന്നും ഇവിടെ കാര്യമായിട്ടൊരു സ്കൂള് 100% തോൽവിയിലാ നിക്കണേ. ഹലോ, 100% തോൽവിയിലാ നിക്കണേ. ഞാനും ടീച്ചർമാരും മരണ കളി കളിച്ചിട്ടാ ഒന്ന് മെച്ചപ്പെടുത്തി കൊണ്ടുവന്നേ. കഴിഞ്ഞ പ്രാവശ്യം 90% വിജയത്തിലെത്തി. ഇപ്രാവശ്യം എന്റെ റിട്ടയർമെന്റും 100% വിജയം. അങ്ങനെ സ്കൂളിൽ നിന്ന് ഇറങ്ങണമെന്ന് എന്റെ ആഗ്രഹം. അതിനിപ്പോ എന്താ പറ്റിയേ? അത് നടക്കില്ലടോ. ഒറ്റ ഒരുത്തൻ മാത്രം തോൽക്കും. അവനൊന്ന് നേരെ കിട്ടാൻ വേണ്ടിയാ സാറ മുട്ടിപ്പായി പ്രാർത്ഥിക്കാൻ പോയിക്കണേ. അത് ആരെയും ഒരുത്തൻ അവനെ കൂടെ നേരെയാക്കാൻ പറ്റില്ലേ? എവിടെ പല പണി ഞങ്ങൾ എടുത്തു നോക്കി. വഴക്ക് പറയണേനും തല്ലണേനൊക്കെ ഒരു കണക്ക് ലിസ്റ്റ്. ഈ പറഞ്ഞ കിടാവിനെ എനിക്കൊന്ന് കാണണല്ലോ. മാഷ് അവന്റെ പേരൻസിനോട് സ്കൂളിലേക്ക് ഒന്ന് വരാൻ പറ, ഞാനും വരാം. നിങ്ങൾ മാഷന്മാരെ ബുദ്ധിയിൽ വരാത്ത ഞങ്ങളെ ബിസിനസ്സുകാരുടെ ബുദ്ധിയിൽ വരേ. പലയിടത്തായിട്ട് പലവട്ടം തോൽവികളെ ഏറ്റുവാങ്ങി ഒരു പാവം ചന്തു നമ്മളെ ജയിപ്പിക്കാൻ വേണ്ടി നടന്നൊരു കൂട്ടത്തിൽ തോറ്റു. നോക്കട്ടെ എന്നെ കൊണ്ട് ഒരുത്തനെ ജയിപ്പിക്കാൻ പറ്റുമെന്നൊന്ന് നോക്കട്ടെ. നീ അവനെ കണ്ടിട്ടുണ്ട്, ഓർക്കണില്ലേ? ഒരു ദിവസം നിന്റെ കാറിന്റെ മുകളിൽ എന്താ കുത്തി വരച്ചോന്നും പറഞ്ഞിട്ട് പിടിച്ചേ. അതാണോ മുതല്? അതന്നെ. അവന്റെ ക്ലാസ് ടീച്ചർ അടക്കം എല്ലാവരും പറയണത് ഇന്റലിജന്റ് ആയ കുട്ടിയാണെന്ന്. പക്ഷെ കൃത്യമായിട്ട് സ്കൂളിലും വരില്ല, ഹോംവർക്കും ചെയ്യില്ല. ടെസ്റ്റിലാണെങ്കിൽ അവന് തോന്നിയ പോലെ എന്തെങ്കിലുമൊക്കെ കോറി വരച്ചിട്ടാണ്ട് പോകും. ഒരനുസരണക്കേട്, അത് അവന്റെ ഒരു ലൈൻ. തനിക്കെന്താ പണി? ഓട്ടോറിക്ഷ ഓടിക്കുക നമ്മുടെ കോട്ടാമ. അവനെ പറ്റിയുള്ള കംപ്ലൈന്റ്സ് ഒന്നും താൻ അറിയണില്ലേ? സ്കൂളിൽ പോണത് പഠിക്കാനാന്ന് പറഞ്ഞു കൊടുത്തൂടെ? ഇവൻ പറഞ്ഞ കേക്കണ്ട സാറേ, ഞാനും ഇവളും പറഞ്ഞു തോറ്റു. അതെ, ഇവനെ ഇക്കുറി എന്നെ SLC പാസ്സാക്കും. അത് ഞാനും ആന്റി മാഷും കൂടെ എടുത്തിരിക്കുന്ന തീരുമാന. ഇവൻ ഒറ്റ ഇപ്രാവശ്യം സ്കൂളിൽ നിന്ന് തോക്കാൻ ചാൻസ് ഉണ്ടെന്നാ മാഷന്മാര് പറയണേ. അതേതായാലും ശരിയാവില്ല. എന്താ പൊളി? ഒക്കെ വലിയ സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ എനിക്ക് ആവുന്നില്ല.
ഇവിടെ പഠിക്കണ മിക്കവാറും കുട്ടികളുടെ സ്ഥിതി ഇതൊക്കെ തന്നെയാ. എല്ലാ പ്രാരാബ്ദങ്ങളും കഴിച്ചിട്ട് മക്കളെ പഠിപ്പിക്കാനൊന്നും പറ്റില്ല. ഞാനൊരു കാര്യം പറയാം, പരീക്ഷ കഴിയണവരെ ഇവൻ എന്റെ വീട്ടിൽ നിന്നോട്ടെ. സൗകര്യങ്ങളുടെ കുറവുണ്ടാവും പാസ്സാവാണ്ടിരിക്കണ്ട. ഓ, അത് വലിയ ബുദ്ധിമുട്ടില്ല സാർ. എന്റെ ബുദ്ധിമുട്ട് താൻ നോക്കണ്ട. അവന് കെടുക്കാൻ ഒരു റൂമും ടൈമിന് ഫുഡും അത് അവിടെ ഉണ്ടാവും. കുറച്ച് ദിവസം കൊണ്ട് ഒരു കാര്യം എനിക്ക് മനസ്സിലായി, അവനെ ആരെങ്കിലും പിടിച്ചിരുത്തി പഠിപ്പിക്കാൻ തന്നെ വേണം. അങ്ങനെ ഒരു ട്യൂഷൻ മാഷ തപ്പി ഇറങ്ങിയപ്പോഴാണ് നമ്മുടെ മേന്റെ കാര്യം ഓർമ്മ വന്നേ. ആ ചീങ്കടനെ കണ്ടിട്ട് കാലം കുറെ ആയേ. ഇതാ പുതിയ റോള്. ആരാ പക്ഷേ? പണ്ഡിറ്റ് ദീനദയാൽ. നിങ്ങളാണ് ശ്രീ ഫ്രാൻസിസ് എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ വിശ്വാസം തെറ്റല്ലെങ്കിൽ എന്നെ അദ്ദേഹത്തിന്റെ അടുത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇങ്ങോട്ട് വിളിക്കും. ഒരു ഡ്രൈവറുമായി ചേർന്ന് വില കുറഞ്ഞ ഫലിത ഭാഷണത്തിന് എനിക്ക് സമയമൊട്ടുമില്ല. തരക്കേട്ടല്ലേ ഐറ്റം. പ്രാഞ്ചേട്ടാ, ദേ ഒരു കണ്ടിട്ട് തീന്തായാലും വന്നിട്ടുണ്ട്. കണ്ടിട്ട് ദീനുള്ളവനാ, എന്തേലും കൊടുത്തു വിടറാ. ഈശോ ഇതാരുത്. ശ്രീ വാസുമേനോൻ പറഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. ഒരു കുട്ടിക്ക് പരീക്ഷയിൽ ജയിക്കാൻ വേണ്ട ചില ഉപദേശങ്ങൾ നൽകാനുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ കണ്ടിട്ട് ദീനമുള്ളവൻ എന്നല്ല എന്റെ പേര്, പണ്ഡിറ്റ് ദീനദയാൽ. മാഷിന്റെ കേറി വായോ, ഞാൻ മാഷ കാത്തിരിക്കായിരുന്നു. വായോ. ട്യൂഷൻ മാഷിന് അത് പറഞ്ഞപ്പോ കിട്ടി. പോളി മുമ്പ് കണ്ടിട്ടുണ്ടോ ഇത്? സംസാരശേഷിയുള്ളവർക്ക് ചേർന്നതല്ല ഈ തലയിളക്കൽ. അതുപോലെ തന്നെ ചോദ്യങ്ങൾക്ക് ഉത്തരമായി ചില ശബ്ദങ്ങൾ. ഉത്തരം സ്പഷ്ടമാവണം. ഒന്നുകിൽ അതെ അല്ലെങ്കിൽ ഇല്ല. ഇല്ല, കുഴപ്പമില്ല. ദാ ഇതിലേക്ക് നോക്കൂ. ഈ പല നിറങ്ങളിലുള്ള ചെറിയ ചതുരക്കള്ളികൾ, ഇവ ഇങ്ങനെ തിരിച്ച് ഒരു ഭാഗത്ത് ഒരേ നിറത്തിലുള്ള കളങ്ങൾ റീസെറ്റ് ചെയ്യുക എന്നതാണ് ഈ കളി. ഇത് വെറും കളിയല്ല, ബുദ്ധിയും ക്ഷമയും ആവോളം വേണ്ടുന്ന കളി. ഇത് രണ്ടും തന്നെയാണ് ഒരു വിദ്യാർത്ഥിക്ക് വേണ്ടത്. ഞാനിതാ ഒന്ന് ശ്രമിച്ചു നോക്കാം. നോക്കൂ, 6 വശത്തെയും നിറങ്ങൾ ഞാൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇത്. പോളിക്ക് ആവശ്യാനുസരണം സമയമെടുക്കാം. രാത്രി മുഴുവൻ. ഞാൻ നാളെ രാവിലെ വരാം. ഒട്ടും എളുപ്പമല്ല, പക്ഷെ ശ്രമം പാതിയിൽ ഉപേക്ഷിക്കരുത്. പരിശ്രമം ചെയ്യുകിൽ എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ള വണ്ണം ദീർഘങ്ങളാം കൈകൾ നൽകിയത്രേ മനുഷ്യനെ പാരിലയച്ചത്. കേട്ടിട്ടില്ലേ? കേട്ടിട്ടില്ല. ഇപ്പൊ കേട്ടല്ലോ. ഇതല്ലേ പോളി? നിനക്കാണോ കുഞ്ഞെ SSLC പരീക്ഷ പാസ്സാക്കാൻ പ്രയാസം? ഇന്നത്തെ പരീക്ഷയിൽ നീ ജയിക്കുകയും ഞാൻ തോൽക്കുകയും. എന്നാലും ഞാൻ നാളെ വരും. പ്രതിഭയാണ്. നമസ്കാരം. നമസ്തേ മാസ്റ്റർ പോളി. അത് മുഴുവൻ കഴിച്ചിട്ട് പോടാ. ആഹാരം കഴിച്ചിട്ടുള്ള പഠിപ്പൊക്കെ മതി. ഞാൻ ആ സാറിനെ ഒരു ഗുളിക കൊടുത്തു വന്നിട്ട് ബാക്കി കഴിക്കും. സാറിന് ഗുളിക? സർ, മേ സിറ്റ്? ഇരിക്കൂ. സർ, എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ചോദിക്കൂ പോളി. സർ, VS അച്യുതാനന്ദൻ കേരളത്തിൽ എത്രാമത്തെ മുഖ്യമന്ത്രിയാണ്? 11ാമത്തെ. ദി 11th ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള. ചോദ്യത്തിന് ഉത്തരം കിട്ടിയല്ലോ. ആ ചോദ്യം സാറിനോടൊന്ന് ഇംഗ്ലീഷ് ചോദിക്കാവോ? പിന്നെന്താ? VS അച്യുതാനന്ദൻ കേരളത്തിലെ എത്രാമത്തെ മുഖ്യമന്ത്രിയാണെന്ന് എന്നോട് ഇംഗ്ലീഷിൽ എങ്ങനെ ചോദിച്ചാണ് എന്റെ ചോദ്യം. അത് ഏത്? ആ പോളിന്ന് ഏതാണ്ട് ഒരു ഗുളി കൊടുത്തിട്ടാ മാഷ്ക്ക്. ഗുളിയെ? അവൻ ചോദിച്ചു മാഷിന്റെ അടുത്ത് VS അച്യുതാനന്ദന്റെ ഇംഗ്ലീഷ് എന്തെന്ന്. മാഷ്ക്കറിയില്ലേ? VS അച്യുതാനന്ദന്റെ ഇംഗ്ലീഷ്? VS അച്യുതാനന്ദന്റെ ഇംഗ്ലീഷും മലയാളം ഒന്നല്ലടാ പോത്തെ. അതൊന്നും ആയിരിക്കില്ല. മാഷ് വീണ്ടും വന്നല്ലോ. എത്രാമത്തേത് എന്നതിന് ഹൗ മെനിയത്ത് എന്ന് പറയാം. ഹൗ മെനി ചീഫ് മിനിസ്റ്റർ ഓഫ് Not English. Manufacturing words to suit your convenience is not a good way to use any language. ഞാൻ നാളെ വരാം. സാറിന്റെ വലത്തേക്കാല് വലത്തോട്ട് ഇങ്ങനെ കറക്കാൻ കഴിയും. തീർച്ചയായും. I practice yoga. I am a yogi. I have a very flexible body. See? Good. അതിന്റെ കൂടെ വലത്തേക്കാണ്ടേ സാറിന് വായിൽ ഇങ്ങനെ എഴുതാൻ കഴിയും. 6. You mean 6? Easy. ഹേയ്, രണ്ടും കൂടെ ഒരുമിച്ചാണോ? ഒരുമിച്ച്. അതോ അവിടെ തെറ്റി. അപ്പൊ കാല് തെറ്റി. ഇങ്ങനെയല്ലല്ലോ. തോറ്റോ? പരിശ്രമിച്ചിടുകിൽ എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ള വണ്ണം ദീർഘങ്ങളാം കൈകൾ. സാറിനോടെ ബ്രേക്ക് ഡാൻസ് കളിക്കല്ല പറഞ്ഞേ. വലത് കാല് വലത്തോട്ട് കിടക്ക, വായിൽ 6. നീ ഇടക്കിടക്ക് ഇങ്ങോട്ട് വരണേട്ടാ. വേണച്ച 2 ദിവസം ഇവിടെ താമസിച്ചോ. ഒന്ന് ചെറുക്കിടച്ചുള്ള നീ. SLC പരീക്ഷയുടെ റിസൾട്ട് വരണ ദിവസം എന്തുട്ടായി കാട്ടണേ? അതൊന്നും നടക്കില്ലട്ടാ. SLC പരീക്ഷയുടെ റിസൾട്ട് വരണ ദിവസം ആന്യമാഷ വീട്ടിലേക്ക് പോണതിന് മുമ്പ് ഞാൻ ഇവിടെ വന്നൊരു മെഴുകി കത്തിച്ചേർന്നു. ഓർമ്മയില്ല? എനിക്ക് ഓർമ്മയില്ല. ആന്യമാഷില്ലേ? അകത്തുണ്ട് ഇന്റർനെറ്റിലെ SLC റിസൾട്ട് നോക്കുക. മാഷ വല്ലതും അറിഞ്ഞോ? ഇല്ല, അതിനിടയ്ക്ക് സിസ്റ്റം ഒന്ന്
തേങ്ങായി പ്രാഞ്ചിരിക്കും ഇപ്പൊ ഉറക്കില്ല. ഞാനൊന്ന് വേഗം നോക്കി പറഞ്ഞേ. ഓക്കെ എന്നാ പറഞ്ഞു. ഒരാളുടെ ആവേശം നോക്കി. തുടങ്ങിയത് സ്കൂളിന്റെ 100% വിജയം എന്ന് പറഞ്ഞിട്ടാണെങ്കിലും ഇപ്പൊ അവ എങ്ങനെയും ജയിച്ചാൽ മതിയെന്നായി. പിടിച്ച പണി തന്നെട്ടാ. നിവർത്തി ഉണ്ടെങ്കിൽ മനുഷ്യൻ ഇലക്ഷൻ നിൽക്കുകയും 10ല് പരീക്ഷ എഴുതുകയും ചെയ്യരുത്. പെർസെന്റ് ലിസ്റ്റ് നോക്കി. ഇല്ല പക്ഷേ എല്ലാരും പാസ്സായിട്ടില്ല. എന്തുടച്ച പറമാഷേ, എത്ര പേരെ പൊട്ടിയേ? 60 പേര് പരീക്ഷ എഴുതി. അതിലൊരാള് മാത്രം തോറ്റു. അത് പോളിയല്ലെന്ന് മാത്രം അറിഞ്ഞാ മതി. അത് അവൻ തന്നെയാണോ പോളി? ഒന്നും കൂടെ ശരിക്കും നോക്ക് മാഷേ. ചതിച്ചത് പോളി തന്നെയാ. അവൻ മാത്രം തോറ്റു. തോറ്റ നീയല്ലടാ, ഇത്തവണയും തോറ്റ ഞാൻ തന്നെയാ. എന്നെ തോൽപ്പിച്ചിട്ട് നീയാ ജയിച്ചു. അങ്ങനെ പലരും ഫ്രാൻസിനെ തോൽപ്പിച്ചിട്ടുണ്ട്. നോണ പറഞ്ഞിട്ടും വാക്കെന്ന് കൊതിപ്പിച്ച് പിന്നെ മാറ്റി പറഞ്ഞിട്ടും കണ്ണ് തിരിച്ചപ്പോ കട്ടോട്ടോട്ടൊക്കെ. അന്നൊന്നും എനിക്ക് ഇത്ര വേദന തോന്നിയിട്ടില്ല, ഇത്രയ്ക്ക് കലിയും കയറിയിട്ടില്ല. നീ തീരുമാനിച്ചുറപ്പിച്ചിരുന്നല്ലടാ പഠിപ്പിക്കണ മാഷന്മാരും ഫ്രാൻസ് എന്ന പൊട്ടനെയും ചതിക്കണമെന്ന്. നീ തീരുമാനം എടുത്തതിന്റെ പേരില്ല. അല്ലെങ്കിൽ ഈ പരീക്ഷ പാസ്സാകാൻ നിനക്ക് പറ്റാഞ്ഞിട്ടൊന്നുമല്ല. പിന്നെ വേണ്ടത് വേണ്ട എനിക്ക് അവനെ കണ്ടേ 1 ലക്ഷം ഉറുപ്പ്യ എന്നെ പറ്റിച്ചിട്ട് പോയി നിന്റെ അപ്പം തണ്ടിനെ. തന്ന സ്നേഹം തിരിച്ചറിയാൻ കഴിയുന്ന വെച്ചാ ഒരുത്തനെ വേണ്ട എനിക്ക്. കാരണം വേണ്ടില്ല. വർഗീസ് പോയല്ല, മിനിയെന്നാണ് വീട് ഒഴിഞ്ഞു കൊടുത്തത്. എങ്ങട്ടാ നിന്റെ അപ്പം പോയേ? അങ്ങേരന്റെ അപ്പനൊന്നല്ല, അപ്പന്റെ കൂട്ടുകാരനാ. എന്റെ അപ്പൻ ജയിലില്ല, വിയൂര്. എന്ത് ചെയ്തിട്ട്? എന്റെ അമ്മച്ചിയും രവി സാറിനെയും അപ്പൻ കൊന്നു. റാഞ്ചിയേട്ട അവന്റെ പേര് ജോപ്പനം. കഷ്ടിച്ച് ഒരു കൊല്ലായി കാണും. ഇരട്ടക്കൊലയാ. ഓട്ടോ ഡ്രൈവറായി. കള്ള്, കഞ്ചാവ്, പൊടി, ഗുളിക എന്ന് വേണ്ട എല്ലാ കൂലിപാലും ഉണ്ടായിരുന്നു. ഇപ്പൊ ഒതുങ്ങിപ്പോയി കേട്ടോ. എനിക്കൊന്ന് കാണണല്ലോ അവനെ. അത് ശരിയാക്കാം. ഇവിടെ ഇരുന്നാ മതി, ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് പറഞ്ഞു വിടാം. അല്ല, അവന്റെ ചെറുക്കനാണോ പ്രാഞ്ചേട്ടന്റെ കൂടെ ഉള്ളത്? ഇരി. അറിയാൻ വഴിയില്ല. ഫ്രാൻസിസ് എന്നറിയും. അറിയാം സാറേ. വാർഡൻ രഘു സാറ് പറഞ്ഞു പോളിയന് സാറിന്റെ തലയിൽ കിട്ടാ വർഗീസ് മുങ്ങിയതാണെന്ന് രഘു സാറ് പറഞ്ഞപ്പോൾ അറിഞ്ഞ്. ശിക്ഷ ഉറപ്പായപ്പോ കയ്യിലുണ്ടായിരുന്ന കുറച്ച് കാശും ഒരു ഓട്ടോറിക്ഷയും കൂടി ഞാൻ അവനെ ഏൽപ്പിച്ചു. എന്റെ മോനെയും അവൻ നോക്കിക്കോളാന്നാ പറഞ്ഞ. ചതിക്കുന്നു വിചാരിച്ചില്ല. പെറ്റ തള്ളനെ മോന്റെ മുന്നിലിട്ട് വെട്ടിക്കുന്ന നീ ചെയ്ത ചതി ഏതായാലും അവൻ നിന്റെ മോനോട് ചെയ്തിട്ടില്ല. കഞ്ചാവിലും വീണിനും ഒരു ജീവിതം ഉണ്ടായിരുന്നു ഫ്രണ്ട്സ് സാറേ. എന്റെ മോനും എന്റെ പെണ്ണും അതങ്ങനെ ജീവനായിരുന്നു. തലേരിയാൻ തുടങ്ങിയപ്പോ ആദ്യത്തെ പെണ്ണിനെ സംശയി. അവൾക്ക് ഇല്ലാത്ത ബന്ധത്തില് എന്റെ മനസ്സിൽ ഞാൻ ഉണ്ടാക്കിയ ബന്ധത്തിലെ അന്വേഷണം നടക്കാൻ തുടങ്ങി. അന്ന് സത്യത്തിൽ എനിക്ക് അറിയില്ലല്ലോ, അറിയാനുള്ള വെളിവ് തനിക്കില്ലല്ലോ. ആരും സഹായിച്ചിട്ടൊന്നുമല്ല സാറേ, ഇവൻ കുത്തിയിരുന്ന് പഠിച്ചിട്ടാ. ആ ഭാഗ്യം ചെയ്യണം ഇങ്ങനൊരു മോനെ കിട്ടാൻ. ഇത് എന്റെ വക കുറച്ച് പുസ്തകങ്ങളാ, വെക്കേഷന് വായിക്കാൻ. അവൻ എന്റെ പോളീസ് സാക്ഷി പറഞ്ഞിട്ട് എനിക്ക് ശിക്ഷ കിട്ടിയത്. മറിച്ചവൻ പറയുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞ് അവനെ രക്ഷപ്പെടുത്താൻ പാടില്ലല്ലോ. കയറാൻ ഞാൻ ആഗ്രഹിച്ച് കിട്ടിയില്ല. ഞാൻ എന്തുട്ടാ ചെയ്യേണ്ടവനെ? അത് ചോദിക്കാനാ ഞാൻ വന്നേ. പറയേ. അതിപ്പോ കൂടപ്പറപ്പെന്ന് പറയാ ഒരു ചേട്ടനുണ്ട്. അത് ഈ പറഞ്ഞ മാതിരി വഴക്കും വക്കാണ് മോഷണക്കായിട്ട് അകത്തും പുറത്താ. അവന്റെ ഭാര്യയ്ക്ക് ഒരു കോഴിക്കടയുണ്ട് ഒല്ലൂര്. സ്ഥലം പോളിക്കറിയാം. അവിടെ അവനെ നിർത്തായിരുന്നത് കള്ളനെ പിടിച്ചു പറിക്കാരനൊക്കെ ആവണ്ടെന്ന് എഴുതിട്ടാ. ഇനിയിപ്പോ ഒന്നും നോക്കണ്ട സാറേ, അവിടെ ആക്കിയേക്ക്. അവന്റെ തലയിൽ വരച്ച മാതിരി വരട്ടെ. നന്നാവേ ചീത്തയാവേ. നിനക്ക് കാണണവനെ? അവൻ എന്നോട് വന്നിട്ടുണ്ട്. അവന്റെ സമ്മതാണെങ്കിൽ കൊതിയുണ്ട് സാറേ. എന്നെ വല്യപ്പന്റെ അവിടെ ആക്കാനാണ് അപ്പം പറഞ്ഞേ. വേണ്ട, ഞാൻ അങ്ങടില്ല. അല്ലാണ്ട് നിന്നെ റോട്ടിലിറക്കി വിടാൻ പറ്റുമോ? അത് മതി, ഞാൻ എവിടേക്കെങ്കിലും പോയിക്കോളാം. അവിടെ പോയാ ഒരു കാര്യമില്ലാണ്ട് വെല്ലുമിച്ചിനെ തല്ലും. ആരെന്ത് കാട്ടിയാലും ആ കലി മുഴുവൻ എന്നെ തല്ലിയാ തീർക്കുക. എന്റെ ഇവിടെ അയാളും ഉണ്ടാവും, കോഴിക്കടയിൽ പണിയെടുക്കണ. രാത്രി എന്റെ അടുത്താ വന്ന് കിടക്കും. എനിക്ക് അറപ്പാ അയാളെ. എന്നെ അങ്ങോട്ട് കൊണ്ടുപോകണ്ട. അപ്പൊ നീ എന്താ തീരുമാനിച്ച പോളിയുടെ കാര്യം? എന്റെ മകനായിട്ട് എന്റെ അനന്തരാവകാശിയായിട്ട് സ്വീകരിക്കുക ഞാൻ.
കരകയറ്റാൻ കഴിയുന്നവൻ സ്വർഗരാജ്യത്തിന്റെ അവകാശിയാവുന്നു. ഇതില് നമ്മള് തോക്കൂലല്ലോ അല്ലേ? എന്താണ് പ്രാഞ്ചി ജയവും തോൽവിയും? ആപേക്ഷികമാണെന്ന്. ജയിച്ചെന്ന് നമ്മൾ കരുതുന്നവർ യഥാർത്ഥത്തിൽ ജയിച്ചവരാണോ? നേടിയെന്ന് നമ്മൾ കരുതുന്നവർ സത്യത്തിൽ എന്താണ് നേടി? നഷ്ടപ്പെട്ടു എന്ന് കരുതുന്നത് നിന്നിലേക്ക് തിരിച്ചു വരില്ല എന്ന് നീ കരുതുന്നുണ്ടോ? ഒന്ന് കണ്ണടച്ചാൽ ഞാൻ നിനക്ക് 3 ദൃശ്യങ്ങൾ കാട്ടിത്തരും. വിവാഹത്തിലൂടെ പ്രണയത്തിന്റെ ഗിരിനിര കീഴടക്കി എന്ന് നീ വിശ്വസിക്കുന്നു. ജോസ് ഓമനി. ഞാൻ വിളിക്കാം. I do love you. ജോസ് വന്നു തോന്നുന്നു. ഗുഡ് നൈറ്റ്. ബൈ. ഞാൻ വീട്ടിലെത്തി. നാളെ വിളിക്കാം. I do miss you. Love you. Good night. I'm home. Welcome home. നിന്റെ പണം അപഹരിച്ച അജയ് നമ്പ്യാർ എവിടെയുണ്ടെന്ന് നോക്ക്. പറയാൻ കഴിയാതെ പോയത് പറയാൻ നിനക്കൊരവസരം കൂടി. അതെ, ഇന്നലെ എല്ലാം കഴിഞ്ഞു. ഫ്ലാറ്റ് രജിസ്റ്റർ ചെയ്ത് കൊടുത്തു. യെസ്, തരുണിനെ സെറ്റിൽ ചെയ്തു. ആൻഡ് ഐ സെഡ് ഗുഡ് ബൈ ടു ഹിം ഫോർ എവർ. ഒരു കാര്യം കൂടെ ഉണ്ട്. സാക്ഷാൽ അരിപ്രാഞ്ചിയുടെ മുഖത്ത് നോക്കിയോ നോക്കാതെയോ ഞാൻ ചോദിക്കും, മാപ്പിള എസ് എന്നാ പറഞ്ഞ ഞാൻ പ്രാഞ്ചിയേട്ടന്റെ കൂടെ ജീവിച്ചു തീർക്കും എന്റെ ലൈഫ്. കണ്ടല്ലോ, ഇത്രയ്ക്ക് വിചിത്രമാണ് സത്യം. പലപ്പോഴും നമുക്ക് പിരിയാറായി പ്രാഞ്ചി. നിനക്ക് ശുഭരാത്രി. പുറത്ത് കാറിൽ കിടന്നിറങ്ങുന്ന പോളിയെയും കൊണ്ട് നീ വീട്ടിലേക്ക്. അതിന് മുമ്പ് ഞാൻ അവനൊന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. പുണ്യാള അവന്റെ തലയിൽ കൈവച്ചൊന്ന് അനുഗ്രഹിക്കും. അപ്പൊ അവന്റെ വിഷമം മാറും. അവൻ പഠിച്ചു മിടുക്കനാവുകയും ചെയ്യും. നീ നൽകാൻ പോകുന്ന സ്നേഹം മാത്രം മതി മിടുക്കനാവാൻ. എന്നാലും പുണ്യാളിനെ ഇത്ര അടുത്ത് കിട്ടിയ സ്ഥിതിക്ക് ഒരു 2 മിനിറ്റ് ഞാൻ അവനെ കൊണ്ട് ഇങ്ങോട്ട് വേഗം വരാം. പറഞ്ഞിട്ട് കാര്യമില്ല ഇഷ്ട. നിങ്ങൾ മലയാളികള് ബോസിന് അനുഗ്രഹം കിട്ടുമെങ്കിൽ കാലം വിടാൻ റെഡി ആയിട്ടുള്ളവരാണ്. പുണ്യാള എന്ത് പണിയായി കാട്ടിയേ? ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യായിരുന്നില്ലേ? പ്രാവ് കാണാൻ വന്നിട്ട് അപ്പോഴേക്കും പോയി. ഞാനേ നിന്നെ എന്റെ മകനായിട്ട് എന്റെ അവകാശമായിട്ട് ഏറ്റെടുക്കുമെന്ന് പുണ്യാളിനോട് പറഞ്ഞു. ആളതിന് സമ്മതിച്ചു. അതിന് ശേഷം നിന്നെ കൂട്ടിക്കൊണ്ടുവരാൻ ഞാൻ അങ്ങോട്ട് വന്നേ. ആ ചാൻസാ പോയില്ലേ? പുണ്യാളന്മാര് ഭൂമിയിൽ വരില്ല എന്നാ നീ പറഞ്ഞേ. വരാൻ അവർ തയ്യാറായിരുന്നെങ്കിൽ ഏതെല്ലാം ദുരിതങ്ങൾ അവർക്ക് തടയായിരുന്നു. തെറ്റിലേക്ക് പോകുന്ന മനുഷ്യനെ പിന്തിരിപ്പിക്കായിരുന്നു. നീ പള്ളിക്കകത്താ നിക്കണേ. നീ ആരാണ്ടാ? നിരീശ്വരവാദിയാ എന്ന് ഞാൻ പറയില്ല. മാത്രമല്ല ഞാൻ പുണ്യാൾ കണ്ടിട്ടുണ്ട്. നീ എവിടെ കണ്ടു? എന്റെ ഉണ്ണിക്കണു. ഇപ്പൊ പ്രാഞ്ചേട്ടൻ എന്റെ പുണ്യാളൻ. അങ്ങനെ നല്ല മനുഷ്യന്റെ രൂപത്തിലാ പുണ്യാളന്മാര് ഭൂമിയിലേക്ക് വരിക. പ്രാഞ്ചേട്ടൻ SLC പാസ്സായിട്ടാ? ഇല്ല. അല്ലാഞ്ഞിട്ട് എനിക്ക് എന്താ പറ്റിയേ? ഇല്ല. പക്ഷെ അടുത്ത ചാൻസ് നമുക്ക് ഒരുമിച്ച് എഴുതിയാലോ? നമുക്ക് ഒരുമിച്ച് പഠിക്കാന്നേ. ഇതിപ്പോ ഇങ്ങനെ ആന കാര്യമൊന്നല്ല. വേണ്ട, ടച്ചൊക്കെ പോയില്ലേ? നീ എന്തുട്ടായി പറയണേ? അതിനല്ലേ ഞാൻ നമുക്കൊരു പിടിയും പിടിക്കാന്നേ. നടന്ന സംഭവം നടക്കുന്നേ. പക്ഷേ ഹിന്ദി ഊർജന്ത്രം കോപ്പി അടിക്കണ്ട്. വളഞ്ഞ വഴി ചിന്തിക്കലട്ടാ. നമുക്ക് അധ്വാനിച്ച് നേടാന്നേ. എന്താ പുണ്യാളോ, ഞങ്ങളെ അപ്പനും മോനും കൂടെ ഒരു പരീക്ഷ എഴുതാൻ പോവാട്ടാ. ഒരാളുടെ ബെസ്റ്റ് പറഞ്ഞേ. Bharat's favorite, Pranciatin and the Saint. Satirical comedy. நான் கொஞ்சம் இல்ல ஓப்பனா சொல்லணும்னா புரியல என்ன நடக்குது ஏது நடக்குதுன்னு. அது அவங்க தப்பு இல்லை, நம்ம தப்பு இல்லை, யார் மேலே தப்பு இல்லை. அது அந்த ஏரியா ஸ்லாங் காமெடிஸ் போல. நம்ம இவரு கமல்ஹாசன் சில ஊர் ஸ்லாங்ல, அந்த கோயம்புத்தூர் ஸ்லாங்ல அப்போ சில ஃபன்னியா இருக்கும்ல, அந்த மாதிரி வட்டார வழக்கு. படம் இன்னும் கொஞ்சம் கம்மியா இருந்துக்கலாம், டியூரேஷன் நிறைய தூக்கிடலாம். தேவையில்லாத இதெல்லாம் இல்லை. ஸ்டோரி வைஸ் சொல்ல அன்வான்டட் ஷார்ட்ஸ் அந்த கார்ல வர்றது, கேட்ல இருந்து உள்ள வந்துட்டு போறது, அப்புறம் கடைசி அந்த பையனை கூட்டு போறது ஒரு ஷாட், அந்த தெரு திரும்புறது ஒரு ஷாட். அதாவது ஆக்ஷன்ஸ் மட்டும் கட் பண்ணி இருந்தா படம் 2 hours வந்துருக்கும். ஆக்ஷன்ஸ் எந்த மாதிரினா அந்த டோர் ஓபன் பண்றது, சொன்ன மாதிரி அதெல்லாம் தூக்கிட்டு. எஜுகேஷன் தான் மெயின். இப்போ அங்கே கொண்டு வந்துருக்காங்க நினைக்கிறேன். அது இருந்திருந்தா அவர் அங்கே மதிச்சிருப்பாங்களோ, இல்லை அந்த ஃபைட் நடக்காம வந்திருந்தா அவர் ரொம்ப படிச்சிருப்பாங்க. நல்ல வேலை இவருக்கு எல்லாமே பாசிட்டிவாக தான் நடந்துருது. லுக் அட் த பிரைட்டஸ்ட் சைடுன்னு ஃப்ரான்சிஸ் சொல்லி போயிருக்காரு. அந்த குஷ்புவும் இவரும் சிரான லவ் கப்புள் அப்படின்னு கட்சியில் பார்த்தா அங்கே ஒரு அஃபேர் இங்கே ஒரு அஃபேர். அதனால ஏமாத்தி போகிறாங்க.
ஸோ அதான் அவர் என்ன பண்ணாருன்னா எனக்கு எல்லாமே தப்பாக நடந்துக்குது அப்படின்னு செயின்ட் வந்து இல்லைப்பா எல்லாம் கரெக்டான டைமில் வந்து சரியான விஷயம் நடக்கும் அப்படின்ற மாதிரி எல்லாமே அவருக்கு தப்பாக நடந்தது இவர் எதுலாம் தப்பாக நடந்தது நினச்சிருந்தாரோ அதெல்லாம் பேக்கில் வந்து கரெக்டாக போய் நிற்குது. என் தெரிஞ்சு செயின்ட்டுக்கு எல்லாமே தெரியும் போலுது, சும்மா கேட்டுனுங்கிறாரு. இவன் அவன் வழியிலே வழி நடத்தி எல்லாம் நல்லது தான் நடந்துனுக்குது, நீ ஒழுங்காக போய் உன் லைஃப்பில் ஓன் டிசிஷன் எடுத்து அது கரெக்டாக வரும்னு சொல்லி அனுப்பிச்சிரு. தீபக் பையனா அவ பேர் என்னன்னு தெரியல, அவ்வளோ நேரம் தெரியவே இல்லை. ஃபர்ஸ்ட் ஒரு சீன்ல ஒயிட் ஷர்ட்ல காட்டினாங்க, அப்போ தெரியல. இப்போ பார்க்கும்போது என்னடா இது அப்படியே இருக்கீங்க பார்த்தா அந்த பையன் தான். ஓகே பார்க்கலாம், ஒரு வாட்டி பார்க்கலாம். நாட் அ பேட் மூவி, அதே மாதிரி நாட் அ சூப்பர் மூவி. ஸோ ஓகே கைஸ், நம்ம வந்து இன்னொரு வீடியோவில் ஒரு நல்ல மூவி சூஸ் பண்ணி எடுத்துகிட்டு வருவோம். அட்டல் தான் சரி, பரத் and the Saint signing off. Subscribe guys.